ഗൗരി സർ റെക്കോർഡ് ക്ലാസ് കേട്ടോ? ആദിൽ കെ അബ്ദുൽ സലാം. എന്താ അതിൽ നമ്മൾ ഇന്നലെ എന്തൊക്കെ പഠിച്ചു? റെക്കോർഡ് ക്ലാസ് കേട്ടോ? നെറ്റില്ലാന്ന് ഇന്ന് രാവിലെ ചാർജ് ചെയ്ത. അപ്പൊ ഇന്നലെ നെറ്റില്ലാത്തോണ്ട് ക്ലാസ് കയറാണ്ടിരുന്നേ? അതൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യണ്ടേ കറക്റ്റ് സമയത്ത്? ക്ലാസ് മിസ്സായി പോവല്ലേ? ഇനിയിപ്പോ ഇന്ന് പഠിപ്പിക്കണല്ലോ, മനസ്സിലാവോ? എന്നാ നെറ്റ് തീർന്നേ? ഇന്നലെ. ഷഹൻ എന്താ ഇന്നലെ പഠിച്ചേ? ലൈറ്റ് റൂള് മാത്രം. റേ ഡയഗ്രാം പഠിച്ചു അല്ലേ? ഓക്കെ. ആ ലൈറ്റർ റൂള് 3 ഒന്ന് പറഞ്ഞേ. കോൺവെക്സിന്റെ പറഞ്ഞു. കോൺവെക്സിന്റെ ലൈറ്റർ റൂള്. Ray of light passing through principal focus after reflection will pass through focus. ഓക്കെ. പാരലൽ റേ ഫോക്കസിൽ കൂടെ കടന്നു. ഇനി ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന റേ ആണെങ്കിലോ? പാരലൽ ആയിട്ട് പ്രിൻസിപ്പൽ ആക്സിസ്. ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകുന്ന റേ ആണെങ്കിലോ? ഡീവിയേഷൻ ഇല്ലാണ്ട്. ഓക്കെ, വെരി ഗുഡ്. അബിൻ സാർ, ഈ കോൺകേവ് ലെൻസ് ആണെങ്കിൽ എങ്ങനെയാ വരിക അത്? സാർ, കോൺകേവ് ആണെങ്കിൽ അത് F1 ഇതായിട്ട് പോവും, പാരലായിട്ട് വന്ന റേ. പാരലായിട്ട് വന്ന റേ F1 ഇതായിട്ട് പോവോ? അല്ല, ഇതായിട്ടെന്ന് വെച്ചാൽ റിഫ്ലക്ട് ചെയ്യുമ്പോ ഇതെന്താന്ന് ഞാൻ ചോദിച്ചേ. പറഞ്ഞു. F1 ആ ഒരു ഡയറക്ഷനിൽ പോവും റിഫ്ലക്ഷൻ സംഭവിച്ച്. F1 ഡയറക്ഷനിൽ പോകുന്ന F1 പോവും? അല്ല സാർ, F1 പാരലായിട്ട് വന്നിട്ട് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്തു പോകും മേളിലേക്ക്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ. പ്രിൻസിപ്പൽ F1 എങ്ങനെയാ പാരലൽ? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ. അല്ല സാർ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്ന റേ ആ ഒരു F1 ആ ഒരു ഡയറക്ഷനിൽ ഡീവിയേറ്റ് ചെയ്തു പോകും. ഡൈവേർജ് ചെയ്തു പോകും. ഡൈവേർജ്, ആ വാക്ക് വേണം. ഡൈവേർജ് ചെയ്തു പോകും. ഓക്കെ. X1 ഡയറക്ഷനിൽ പോകുന്ന പറഞ്ഞാൽ അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാലോ. ഓക്കെ. ബിലാൽ നാസർ ഇന്നലെ ഇല്ലായിരുന്നതാണല്ലോ. ബിലാൽ ഉണ്ടായിരുന്നു ഇന്നലെ? ഇല്ല സാർ. ഞാൻ ശ്രദ്ധിക്കേണ്ടതൊക്കെ റെക്കോർഡ് ക്ലാസ് കേട്ടില്ല. ഇല്ല, ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഇന്നലെ ഫോൺ കയ്യിലല്ലായിരുന്നു, അപ്പൊ റെക്കോർഡ് ക്ലാസ് വന്നല്ല. വാട്സാപ്പിൽ റെക്കോർഡ് ക്ലാസ് വന്നില്ല ഇന്നലെ? അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്നതാണല്ലോ. നിങ്ങൾ ഈ റെക്കോർഡ് ക്ലാസ്സും കേൾക്കാണ്ട് ഇങ്ങനെ തോന്നുമ്പോ ഓൺലൈൻ നിങ്ങൾക്ക് എന്ത് സുഖം? വീട്ടിലിരുന്ന് ക്ലാസ് കേൾക്കാം, കാലൊടിഞ്ഞാലിരുന്ന് ക്ലാസ് കേൾക്കാം, എന്നിട്ട് റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ പറ്റില്ല. അഹമ്മദ് ഹലീം പറഞ്ഞോ. ഹലീം പറഞ്ഞോ. എന്താ പറയണ്ടേ അല്ലെ? ഓക്കെ. ഇൻഫിനിറ്റി എന്നുള്ള ഒബ്ജക്റ്റിന്റെ ഇമേജ് നമുക്ക് അവിടെ കിട്ടും. ഫോക്കസിൽ കിട്ടും. അതിന്റെ പ്രത്യേകത എന്തൊക്കെയാ? റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, ഹൈലി ഡിമിനിഷ്ഡ് ആയിരിക്കും. ഓക്കെ. ഫിദ ഫാത്തിമ, അല്ല സോറി, ഫസ്ന ഫാത്തിമ.
സർ ഫസ്റ്റ് ഈ സെക്കൻഡ് കേസിൽ നമ്മൾ എവിടെ ഒബ്ജക്റ്റ് വെച്ചേ? സെക്കൻഡ് കേസില് ബുക്ക് ബിയോണ്ട് നോക്കല്ലേ, സി കണ്ണടച്ച് പറഞ്ഞു. ബിയോണ്ട് സി ഒബ്ജക്റ്റ് വെച്ചു. അപ്പൊ ഇമേജ് എവിടെയാ കിട്ടിയേ? ബിറ്റ്വീൻ C2 ആൻഡ് F2. കിട്ടി അപ്പുറത്തെ സൈഡ് അല്ലെ, ബിറ്റ്വീൻ C2 ആൻഡ് F2 കിട്ടി. ഓക്കെ, എന്തൊക്കെയായിരുന്നു ആ ഇമേജിനുള്ള പ്രത്യേകത? റിയല് ബുക്ക് ഇൻവേർട്ടഡ് നോക്കരുത്, റിയൽ ഡിമിനിഷ്ഡ്. ഇൻവേർട്ടഡ് ആയിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. എൽദോസജി എൽദോസെ മൂന്നാമത്തെ കേസ് ഏതാ നമ്മൾ ചെയ്തേ? അറ്റ് സിയിൽ ഒബ്ജക്ട് വെച്ചപ്പോ എവിടെ ഇമേജ് കിട്ടിയേ? എന്തൊക്കെയായിരുന്നു ആ ഇമേജിന്റെ പ്രത്യേകത? സെയിം സൈസ്. ഓക്കെ, അടുത്ത കേസ് ഏതായിരുന്നു? മുഹമ്മദ് റൈഹാൻ വി എസ്. അടുത്ത കേസ് ഏതായിരുന്നു? മുഹമ്മദ് റൈഹാൻ വി എസ്. എന്താ റൈഹാൻ ഇത്ര ലേറ്റ് ആവുന്നേ? എന്താണ് കേക്കുന്നുണ്ട്? എന്താണ് ലേറ്റ് ആവുന്ന? പേര് വിളിച്ചു കഴിഞ്ഞാ ഇപ്പഴല്ലേ സാർ വിളിച്ചേ? ഞാൻ പേര് വിളിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരമായിട്ടാണ് റൈഹാൻ. ഞാൻ പേര് വിളിച്ചിട്ട് ഞാൻ നോക്കി റൈഹാന്റെ പേരൊക്കെ എഴുതിയപ്പോഴും റൈഹാൻ ഇങ്ങനെ തന്നെ ഇരിക്കുക. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരും. അപ്പൊ അതായത് ക്ലാസ് തീർന്ന് ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞാലായിരിക്കും റൈഹാൻ അത് അറിയാ. എന്താണ് ഇത്ര സ്ലോ ആവുന്നത്? ഇപ്പൊ കേട്ടിട്ടുണ്ടാവൂല അത്. ഗൾഫ് കോൾ ചെയ്യുമ്പോഴാണ്. എന്താന്ന് വെച്ചാൽ പരിഹരിക്കാം കേട്ടോ. ഐഷ നസ്ലിൻ. ഐഷ, ആ തേർഡ് കേസ് എന്തായിരുന്നു? അടുത്ത കേസ് ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഞാൻ റൈഹാൻ അടുത്ത് വരാം കേട്ടോ. ഓക്കെ, ഐഷ പറഞ്ഞു. ബിറ്റ്വീൻ C2 ആൻഡ് F2. ബിറ്റ്വീൻ C2 ആൻഡ് F2 അല്ലെ? എന്തൊക്കെയായിരുന്നു പ്രത്യേകത? എന്തൊക്കെയായിരുന്നു? അപ്പം ബിയോണ്ട് C1, ബിയോണ്ട് C2 ആണ് കിട്ടിയല്ലേ? ഓക്കെ, എല്ലാരും ബുക്കൊക്കെ എടുത്തോളൂ. ഓക്കെ, ആരാ എന്നെ ഹെൽപ്പ് ചെയ്യാ? അൽഫിയ സിദ്ദീഖ്. പറഞ്ഞോ, എവിടെയാ നമ്മൾ ലാസ്റ്റ് കേസ്? ഞാൻ വരച്ചില്ലല്ലോ അല്ലെ? ഞാൻ നിങ്ങളെ കൊണ്ട് വരപ്പിക്കുകയോ ചെയ്തുള്ളൂ, ഞാൻ വരച്ചില്ല. ഓക്കെ, അൽഫിയ പറഞ്ഞോ, എങ്ങനെയാ നമ്മള് ഈ ഒബ്ജക്റ്റ് എവിടെയാ വെക്കുക? ബിറ്റ്വീൻ C1 ആൻഡ് F1. ബിറ്റ്വീൻ C1 ആൻഡ് F1 ഒബ്ജക്റ്റ് വെക്കൂ അല്ലെ? നമ്മൾ ആദ്യം ലെൻസ് വരച്ചു, എന്നിട്ട് ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്തു, ഫോക്കസ് മാർക്ക് ചെയ്തു, F2 സെന്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തു, C2 അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ഫോക്കസ് മാർക്ക് ചെയ്തു, F1 സെന്റർ ഓഫ് കർവേച്ചർ C1 മാർക്ക് ചെയ്തു. C1ന്റെ ബ്രാക്കറ്റില് 2F1, C2യുടെ ബ്രാക്കറ്റില് 2F2. ഇനി ബാക്കി പറഞ്ഞോ, എവിടെ ഒബ്ജക്റ്റ് വെക്കുക? ബിറ്റ്വീൻ C1 ആൻഡ് F1. ബിറ്റ്വീൻ C1 ആൻഡ് F1. C1ന്റെയും F1ന്റെയും ഇടയ്ക്ക്. ഓക്കെ, ഇതാ ഒബ്ജക്റ്റ് വെച്ചു. ഇനി ബാക്കി പറഞ്ഞു, എന്താ സംഭവിക്കുക? അതിൽ നിന്ന് വരുന്ന പാരലൽ ലൈറ്റ് റേ പാരലൽ ആയിട്ട് ലൈറ്റ് റേ വരച്ചിട്ട് ആ ലൈറ്റ് റേ ഇതിൽ കൂടെ കടന്നു പോകും. ഇറ്റ് വിൽ പാസസ് ത്രൂ ഫോക്കസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. അത് റിഫ്രാക്ഷൻ കഴിഞ്ഞ് ആ ലൈറ്റ് റേ ഫോക്കസിൽ കൂടി കടന്നു പോകും. ഓക്കെ, ഇതാ ഫോക്കസിൽ കൂടെ കടന്നു. ഇനി അടുത്ത ശ്രേയ, അടുത്ത ഏതാണ്? ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നു പോയത്. ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്ന ലൈറ്റ് റേ അല്ലെ? ഇന്നലെയും ശ്രേയനോട് ഇത് തന്നെ ചോദിച്ചു അല്ലെ ഞാൻ? ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേ. ഓക്കെ, ഒപ്റ്റിക് സെന്റർ എന്ന് പറയുമ്പോൾ ശ്രേയയാണ് വരുന്നത്. എന്താണ് ഒപ്റ്റിക് സെന്റർ എന്ന് പറയുമ്പോൾ എവിടെ മീറ്റ് ചെയ്തത്? ബിയോണ്ട് C2 or 2F2. ബിയോണ്ട് C2ലോ അല്ലെങ്കിൽ 2F2ലോ മീറ്റ് ചെയ്യും. ബിയോണ്ട് C2 or 2F2. ഓക്കെ, അതിന്റെ ഇമേജ് വരുന്ന C2ന്റെ പുറകിൽ.
ഓക്കെ. എന്തൊക്കെയാണ് പ്രത്യേകത തോന്നുന്നത് ഗൗരിക്ക്? എന്തൊക്കെ പ്രത്യേകത തോന്നുന്നുണ്ട് ആ ഇമേജിന്? റിയൽ ആണ് തീർച്ചയായിട്ടും. അല്ല, എവിടെയാ ഇമേജ് ഫോം ചെയ്യുന്ന ഇമേജ്? ബിയോണ്ട് സീൽ. ഇമേജ് ഫോംഡ് ബിയോണ്ട് C2 പുറകിലാണ് ഇമേജ് ഫോം ചെയ്യുക, അല്ലെങ്കിൽ F2യുടെ പുറകിൽ. ഓക്കെ, എന്തൊക്കെ പ്രത്യേകത കാണുന്നുണ്ട് അതിന്? റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, എൻലാർജ്ഡ് ആണ്. ഓക്കെ, അടുത്ത കേസ് ചെയ്തു. അടുത്ത കേസ് എന്റെ കൂടെ ചെയ്തു പോയാൽ മതി കേട്ടോ. നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് ഇത് എല്ലാം വരച്ച് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ചുമ്മാ ഇരുന്ന് ഉറങ്ങേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് എന്റെ കൂടെ തന്നെ ചെയ്തു പോയാൽ മതി. ഏതാണ് കേസ്? ഐഷ എല്ലാ ഐഷനൊന്നും വിളിച്ചില്ല. ഇനി ആരെയാണ്? മുഹമ്മദ് ഇൻസാഫ് പറഞ്ഞോ. മുഹമ്മദ് ഇൻസാഫ്, ഏതാ അടുത്ത കേസ്? ഏതാ എത്ര നമ്പർ? എത്രയാ? 5. കേസ് 5. ഒബ്ജക്റ്റ് അറ്റ് F. ഫോക്കസില് ഒബ്ജക്റ്റ് വയ്ക്കും. ലെൻസ് വരയ്ക്കുക. പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുക. ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്യുക. റൈറ്റ് സൈഡില് ഫോക്കസും സെന്റർ ഓഫ് കർവേച്ചറും മാർക്ക് ചെയ്യുക. അതുപോലെ ലെഫ്റ്റ് സൈഡിലും ഫോക്കസും സെന്റർ ഓഫ് കർവേച്ചറും മാർക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഒബ്ജക്റ്റ് F വരയ്ക്കുക. F ഒബ്ജക്റ്റ് ഇരിക്കുന്നു. വരച്ചോളൂ. വരച്ച് കഴിയുമ്പോൾ ഹാൻഡ് റൈസ് ഒന്ന്. ഓക്കെ, വരച്ച് കഴിയുമ്പോൾ ഹാൻഡ് റൈസ് ചെയ്തേക്കാം കേട്ടോ. അഹമ്മദ് ഹലീം, എന്താ ഹലീമെ? വരച്ചു കഴിഞ്ഞാണോ ഹലീം? എല്ലാം തോന്നുന്നു. വരച്ചു കഴിഞ്ഞു. കൂട്ടിമുട്ടിയോ? ഇല്ല, കൂട്ടിമുട്ടിയില്ല. ഓക്കെ, അവിടെ നിർത്തിക്കോ. കൂട്ടിമുട്ടിയില്ലെങ്കിൽ അവിടെ നിർത്തിക്കോ. പറഞ്ഞോ. ബോർഡ് കാണിക്കൂ. ബാക്കിയുള്ളവരൊക്കെ വരച്ചോളൂ. അഹമ്മദ് ഹലീം ചോദിച്ചായിരുന്നു അല്ലെ? ഓക്കെ, കുഴപ്പമില്ല. ഫസ്ന ഫാത്തിമ പറഞ്ഞോ. എന്തൊക്കെയാണ് പ്രത്യേകത വരച്ചു കഴിഞ്ഞ് കിട്ടിയ ഇമേജിന്? ഇമേജ് ഫോംലെറ്റ് ഇൻഫിനിറ്റിയിൽ ഇമേജ് ഫോം ചെയ്തു. ഓക്കെ, പിന്നെ അത് പാരലാണോ? രണ്ടും പാരലാണോ? അല്ല, ഏകദേശം പാരലാണോ? അതോ കൺവെർജിങ് ആണ്? കൺവെർജിങ് ആയിട്ടും ഡൈവർജിങ് ആയിട്ടും വരച്ച പ്രശ്നമാണ് കേട്ടോ. കാരണം അത് കൂട്ടിമുട്ടും പോയിട്ട്. ഏകദേശം പാരലായിട്ട് വരയ്ക്കുക കേട്ടോ. ഏകദേശം പാരലായിട്ട് വരയ്ക്കുക. ഇനി വേറെ പാരലായിട്ടാണോ? എല്ലാവർക്കും പാരലായിട്ട് കിട്ടിയേക്കണവരൊന്ന് കൈവയ്ക്കേ. ഏകദേശം പാരലായിട്ട് കിട്ടിയേക്കണവര്. ഓക്കെ, വെരി ഗുഡ്. ബാക്കിയുള്ളവർ വരച്ചോ. അബ്ദുൽ അസീസിന് എങ്ങനെ കിട്ടിയ? എങ്ങനെ കിട്ടിയേ?
സാർ പാരലായിട്ട് ഇച്ചിരി മുട്ടണോന്നുണ്ട് വെച്ചാൽ ഡൈവേർജ് ചെയ്യുമാതിരി എന്നുണ്ട് പോയിന്റ്സ്. എന്നാലും നോക്കി കഴിയുമ്പോ പാരലൽ പോലെയല്ലേ ഇരിക്കുന്നത്. ആ ഇനി വരയ്ക്കുന്നവരുണ്ടെങ്കിൽ കൈവയ്ക്ക്. ലെഫ്റ്റ് ഹാൻഡ് ഒന്ന് ബുക്ക് ചെയ്യുക. വരയ്ക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന്. ഓക്കെ. അച്ചു ഉണ്ടല്ലോ. പിന്നെ ആരാ ഉള്ള? അച്ചു മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. വരച്ചു വരച്ചു വരച്ചു. ഷുഹൈബ് എന്താണ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണല്ലോ ഷുഹൈബ്. ഷുഹൈബ് വി എസ് കേട്ട പോലുമില്ല. ഷുഹൈബ് വി എസ്. ഇവരൊക്കെ അപ്പൊ പഠിപ്പിക്കുന്ന കേൾക്കുന്നില്ലേ? ഇത് അറിയുന്ന പോലുമില്ല ഒന്നും. ഓക്കെ, വേറെ ഐ ഡി ജോയിൻ ചെയ്യാം. ഷുഹൈബ് കേൾക്കുന്നുണ്ടോ? കമ്പളി പൊതുപ്പ് കേൾക്കുന്നുണ്ടോ? ഷുഹൈബ് കേൾക്കുന്നില്ല. പിന്നെയും ജോയിൻ ചെയ്യും. ഇവന് എന്നെ വട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. കഴിഞ്ഞോ? ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് കൈവയ്ക്കേ. ആരെങ്കിലും എഴുതുന്നുണ്ടെന്ന് കൈവയ്ക്കേ. ഇല്ല. ഓക്കെ. ആരാണ്? സാർ ഒരു ഡൗട്ട് ചോദിച്ചു. പിന്നെ ഡൗട്ടല്ലേ സാർ, ചോദിച്ചു. ഈ ഒബ്ജക്റ്റ് എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് F1 F2 കൊടുക്കാൻ പാടില്ലേ? അതാണ് വേറെ വിഷയം. നമ്മൾ എപ്പോഴും ലൈറ്റ് ലെഫ്റ്റിൽ നിന്നാണ് എടുക്കുക. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയി പോകില്ലേ എല്ലാവരും. നിങ്ങൾ 10 പേര് 10 പേര്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൺവെൻഷൻ ഫോളോ ചെയ്യുവാണ്. ലൈറ്റ് ലെഫ്റ്റ് നിന്നാണ് വരുന്നതെന്ന്. റൈറ്റിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്. റൈറ്റിൽ നിന്ന് റൈറ്റ് വരുവാണെങ്കിൽ ലെഫ്റ്റിലായിരിക്കും ഫോക്കസ് ഫോം ചെയ്യുക. പക്ഷെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടൊരു സംഭവം വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൺവെൻഷൻ ഇടുവാണ്. ലൈറ്റ് വരുന്ന എപ്പോഴും ലെഫ്റ്റിൽ നിന്നാണ്. അത് നമ്മൾ മിററിലും അങ്ങനെ തന്നെയല്ലേ. മിറർ വേണമെങ്കിൽ ഇങ്ങനെ തിരിച്ചു വെക്കാറുണ്ടല്ലോ അല്ലെ? മിറർ ഇങ്ങനെ തന്നെ വെക്കണോ? മിറർ ഇങ്ങനെ തിരിച്ചു വെക്കാൻ പറ്റില്ല. കോൺകേവ് മിറർ നമ്മൾ ഇങ്ങനെ മാത്രമല്ല വെക്കുന്നുള്ളൂ. അതുപോലെ നമുക്ക് ലെൻസിൽ എപ്പോഴും നമ്മൾ ലൈറ്റ് എടുക്കുക ലെഫ്റ്റിൽ നിന്നാണ്. ഓക്കെ, അങ്ങനെ എടുത്തില്ലെങ്കിൽ എന്നാ പ്രശ്നം? അപ്പുറം ഇപ്പുറം വെക്കുമ്പോൾ അനുസരിച്ച് ഫോക്കസും ഈ പറഞ്ഞ പോലെ നമ്മൾ കാർട്ടീഷ്യൻ റൂൾ എടുക്കുമ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോഴും ഒക്കെ മിസ്റ്റേക്കുകൾ പറ്റും. പലരും പല രീതിക്ക് എടുക്കും. കാർട്ടീഷ്യൻ റൂളൊക്കെ പൊളിച്ചെഴുതേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് പറ്റില്ല. നമ്മൾ അതുകൊണ്ട് ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് എപ്പോഴും വരുന്നത് ലെഫ്റ്റിൽ നിന്നായിട്ടാണ് എടുക്കുക. ഓക്കെ, ഇവിടെ നമുക്കിനി ചെയ്യാം. ആരാ പറയാ? മുഹമ്മദ് റിനാൻ പറഞ്ഞോ. മുഹമ്മദ് റിനാൻ കേൾക്കുന്നുണ്ടോ? റിനാൻ നല്ലത്. റിനാൻ, മുഹമ്മദ് റിനാൻ. അതല്ലല്ലോ മോൻ, റൈഹാൻ അല്ലേ ഇവിടെ? അല്ല, ഇത് റൈഹാൻ തന്നെയാണോ? ഓക്കെ. മുഹമ്മദ് വി എസ് വേണ്ട. മുഹമ്മദ് റൈഹാൻ വിത്തൗട്ട് വി എസ്. മുഹമ്മദ് റൈഹാൻ പറഞ്ഞോ. ഓക്കെ. നിന്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്ക് 1 മിനിറ്റ് പിടിക്കും. പറഞ്ഞോ. ഇനി എങ്ങനെയാ കിട്ടിയ പറഞ്ഞോ. ഇൻഫിനിറ്റി കിട്ടി. ഓക്കെ, ഒബ്ജക്റ്റ് എവിടെയാ വെക്കണ്ടേ? ഒബ്ജക്റ്റ് എഫിൽ നിന്ന് ഫസ്റ്റ് ലൈറ്റർ റൂൾ പ്രകാരം ഫസ്റ്റത്തെ ലൈറ്റർ റൂൾ എന്ന് പറഞ്ഞ പാരലൽ ആയിട്ട് വരുന്ന റേക്ക് എന്താ സംഭവിക്കുക? പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നു പോകണം അല്ലെ? ഏത് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ? തിരിച്ചു വന്നിട്ട് ഈ എഫ് കൂടെ ആണോ കടന്നു പോണ്ടേ? F2 കൂടെ. ഓക്കെ, എന്താണ് അവിടെ നിന്ന് വരുന്നില്ല? പോട്ടെ, പൊക്കി വരച്ച്. ഓക്കെ, പാരലായിട്ട് വരുന്ന ലൈറ്ററെ ദേ മുഹമ്മദ് റൈഹാൻ എന്നല്ല പേര്? ഓക്കെ, ഫോക്കസിൽ കൂടെ കടന്നുപോയി. ഓക്കെ, റൈഹാൻ ഫോക്കസിൽ കൂടി. ഫോക്കസിൽ കൂടെ കടന്നു. പിന്നെ
ഒരു ലൈറ്റർ മതിയോ ഇമേജ് കാണിക്കാൻ? മതിയോ? റൈഹാൻ തന്നെ പറഞ്ഞു, മുഹമ്മദ് റൈഹാൻ തന്നെ പറഞ്ഞു. ഇല്ല, 2 വേണം. അപ്പൊ രണ്ടാമത്തെ ഏതാ റൈഹാൻ എടുത്തേ? ഒപ്റ്റിക് സെൻട്രിക് കൂടെ പോകുന്ന ലൈറ്റർ. ഓക്കെ, ഒപ്റ്റിക് സെൻട്രിൽ കൂടെ പോകുന്ന ലൈറ്റർ വരച്ചു. ഇതാ ഒപ്റ്റിക് സെൻട്രി. എന്റെ ഡൈവർജിങ് ആയിട്ട് പോകുന്നുണ്ടല്ലോ, നോക്കട്ടെ. ഒപ്റ്റിക് സെന്ററിൽ കൂടെ പോകുന്ന ലൈറ്റ് ആണ് എങ്ങനെ പോകും? അതെന്താന്ന് പറയാം, എന്റെ ഈ ഡൈവർജിങ് ഞാൻ ഈ ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്, കണ്ട ഡിസ്റ്റൻസ് വ്യത്യാസം വന്നേക്കണോണ്ടാ. ഇവിടെ ഡിസ്റ്റൻസ് കുറവ്, ഇവിടെ കുറച്ച് കൂടുതലുമാണ്. കറക്റ്റ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെയല്ല എന്റെ എഫ് വരണ്ടേ, അപ്പതേ കറക്റ്റ് പാരലായിട്ട് ഇരുന്നോളൂ. ഓക്കെ, അതാണ് പറഞ്ഞ ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് എടുത്തില്ലെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ കിട്ടും. ഇത് കാണിച്ചു തരാനാണ് ഞാൻ ഇങ്ങനെ വരച്ചത് കേട്ടോ. ഓക്കെ, അപ്പോ ഡിസ്റ്റൻസ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്താ പറ്റുക, ഇതുപോലെ കൺവേർജിങ് ആയിട്ട് വരും. ഒരല്പം മാറി എന്റെ വരണ്ട, കണ്ട ഇവിടെയാണ് ഏകദേശം വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ രണ്ടും പാരൽ ആയിക്കോളും. അപ്പൊ ഇനിയിപ്പോ എവിടെ ചെന്ന് മീറ്റ് ചെയ്യുന്ന എഴുതി വെക്കുക, ഇത് മീറ്റ് ചെയ്യേണ്ടത് ഇൻഫിനിറ്റിയിലാണെന്ന് എഴുതി വെക്കുക കേട്ടോ. കൺവെർജിങ് ആയിട്ട് വരയ്ക്കരുത്, ഏകദേശം പാരൽ ആകണം. കാരണം കൺവെർജിങ് ആയിട്ട് വരച്ചാലും അത് ഇൻഫിനിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, പാരൽ ആയിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പൊ അവിടെ ഇമേജ് എവിടെ ഫോം ചെയ്യാ പറഞ്ഞു, ഒരാൾ പറഞ്ഞു, അബ്ദുൽ അസീസ് പറഞ്ഞു. ഇമേജ് എവിടെ ഫോം ചെയ്യുക? ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ഇനി പാരൽ പോലെ എന്ന് ഏകദേശം പാരൽ ആയാലും മതി കേട്ടോ. എന്നിട്ട് അവിടെ പാരൽ കൂടെ എഴുതിയും കൂടെ വെച്ചേക്ക്, ഇനിയിപ്പോ അതിന് മാർക്ക് പോകണ്ട കേട്ടോ. ഓക്കെ, അപ്പോ ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി ആണ്. ഇമേജിന്റെ പ്രത്യേകത എന്തൊക്കെയാ? റിയൽ ആണ്. പറഞ്ഞോ, ആരാ പറയാ? അമാൻ ഇലാഹി പറഞ്ഞു. അമാൻ ഇലാഹി പറയട്ടെ. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. സൈസ് എങ്ങനെയാ? ഹൈലി എൻലാർജ്ഡ്. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ഹൈലി എൻലാർജ്ഡ് ആണ്. കേസ് 6 വരച്ചോ കേട്ടാ. കഴിഞ്ഞവര് നമ്മുടെ ലാസ്റ്റ് കേസ് വരച്ചോ. ലാസ്റ്റ് കേസ് ഏതാ റുഫൈദ? കേസ് 6 ഏതായിരുന്നു? ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F1 and O. F1-ന്റെയും ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയിൽ. ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്യുക, ഫോക്കസ് മാർക്ക് ചെയ്യുക, സെന്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുക. C2 ബ്രാക്കറ്റിൽ 2F2 കൊടുക്കാം. അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്കും ഫോക്കസ് മാർക്ക് ചെയ്യുക, സെന്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുക. സെന്റർ ഓഫ് കർവേച്ചറിന്റെ ബ്രാക്കറ്റിൽ 2F1 എന്നിട്ട് കൊടുക്കുക. ഒബ്ജക്റ്റ് വെക്കേണ്ടത് F1-ന്റെയും O-യുടെയും ഇടയ്ക്കെന്നാട്ടോ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കെന്നാണ്. ഇടയ്ക്ക് എവിടെ വേണമെങ്കിലും ഒബ്ജക്റ്റ് വെക്കാം. പക്ഷെ നമ്മൾ കുറച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് റേ ഡയഗ്രം കിട്ടണമെങ്കിൽ നമ്മൾ ആ എഫ് ഒരു അല്പം മാറ്റണം കേട്ടോ. ഓക്കെ, എഫിനോട് ചേർന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് നേരത്തെ കിട്ടിയ പോലെ പാരലായിട്ട് പോയിക്കൊണ്ട് അത് മീറ്റ് ചെയ്യില്ല. അതുകൊണ്ട് എഫിന്ന് ഒരു അല്പം മുന്നോട്ട് പോകുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലോട്ട് പോകുന്നുണ്ട് എഫിന്റെ. ഓക്കെ, വരച്ച് കഴിയുന്നവരെ അൺറൈസ് ചെയ്ത് വെച്ചോ.
ലോവർ ഹാൻഡ് നേരത്തെ അനലൈസ് ചെയ്ത് കുറച്ച് പേര് ഇട്ടിട്ടുണ്ട്. അത് ലോവർ ഹാൻഡ് ചെയ്തോ കേട്ടോ. ഐഷ നസ്ലിനൊക്കെ നേരത്തെ വരച്ച്. അബിൻ കഴിഞ്ഞോ? അബിനെ ആ സാർ കഴിഞ്ഞു. ആ ലൈറ്റർ മീറ്റ് ചെയ്തോ? ഇല്ല സാർ. മീറ്റ് ചെയ്തില്ല. ഓക്കെ മതി. ഡൈവേർജ് ചെയ്ത് പോയാൽ മതി. പറഞ്ഞോ. ഈ റിയൽ ഇമേജ് ഫോം ചെയ്യുന്ന കേസ് എങ്ങനെയാന്ന് പറഞ്ഞുതരാമോ? ബാക്കി ഇതിന് മുന്നുള്ള കേസിലൊക്കെ റിയൽ അല്ലേ ഫോം ചെയ്തേ? സാർ അപ്പൊ ഇതിന് വിർച്വൽ ഇല്ലേ? വെർച്വൽ ഉണ്ട്. ഗൗരി കഴിഞ്ഞു അല്ലെ? എൽദോസ് സജി കഴിഞ്ഞു. ഇർഫാൻ അനസ് കഴിഞ്ഞോ? ഇർഫാൻ അനസ് ഇന്നലെ ഉണ്ടായിരുന്നോ? ഇല്ല സാർ. പിടിക്കില്ലെന്ന് വിചാരിച്ചു. എന്താ എവിടെ പോയി? സാർ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു, അപ്പൊ എനിക്ക് കയറാൻ പറ്റില്ല. റെക്കോർഡ് ക്ലാസ് കേട്ടോ? ഇല്ല സാർ, അപ്പൊ എനിക്ക് ലിങ്ക് ഉണ്ടായിരുന്നില്ല ക്ലാസിന്റെ. സാർ അപ്പൊ ഇന്ന് കിട്ടുള്ളൂ. അല്ലമീനെ വരച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ. എവിടെ ഇമേജ് ഫോം ചെയ്തേ? ഇമേജ് ഫോം ചെയ്തില്ല. ഇമേജ് ഫോം ചെയ്തില്ല. ഡൈവേർജിങ് ആണല്ലേ? ഇമേജ് ഫോം ചെയ്തിട്ടില്ല അല്ലെ? റിയൽ ഇമേജ് ഫോം ചെയ്തിട്ടില്ല. ഓക്കെ. റിയൽ സുഹൈലോ? സുഹൈൽ റിയൽ ഇമേജ് കിട്ടിയോ? ഇല്ല. ഓക്കെ. ഇനിയിപ്പോ എത്ര പേര് വരയ്ക്കുന്നുണ്ടോ? കൈവയ്ക്ക്. എത്ര പേര് വരയ്ക്കുന്നുണ്ട് ഇപ്പോ? വരയ്ക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? അമാനിലായി വരയ്ക്കുന്നുണ്ടോ? ഓക്കെ. വരച്ചെടുത്തിട്ടൊന്ന് പറ കേട്ടോ. റൈഹാം വരച്ചെടുത്തിട്ട് പറ. അച്ചു വരച്ചെടുത്തിട്ട് പറ. മൂസിൻ മുസ്തഫ വരച്ചാ? ഓക്കെ. മൂസിന്റെ എന്താണ് ഈ പോർട്രേറ്റ് മോഡിൽ കിടക്കുന്നത്? ലാൻഡ്സ്കേപ്പ് ആക്ക് തിരിച്ച്. ഓക്കെ. കഴിഞ്ഞോ മോനെ? മോൻ കഴിഞ്ഞോ? ഓക്കെ. വരച്ചു. എല്ലാവരും ഒന്ന് ക്യാമറ കാണിച്ച് വരച്ചിരിക്കുന്നത് നോക്കട്ടെ. ഗൗരി റെക്കോർഡ് ക്ലാസ് കേട്ടിരുന്നോ? അത് ചുമ്മാ പറഞ്ഞാണോ? ചുമ്മാ ഒന്ന് ഓടിച്ചു വിട്ടത് നേരത്തെ ഈ ക്ലാസ്സിലാണ്ടാണ് ഓടിച്ചു വിട്ട് കേട്ടു എന്ന് പറഞ്ഞത്. കേട്ടിരുന്നോ? ഓക്കെ. ഒന്ന് വെച്ച് ബുക്ക് വെച്ച് അപ്പൊ വെച്ചോ. അല്ല അതല്ല ഞാൻ പറഞ്ഞത്. ബെഞ്ചിൽ വെച്ചോ. അല്ല, തൊട്ട് മുന്നൊരു ക്ലാസ്സിൽ റെക്കോർഡ് ക്ലാസ് കേട്ടോന്ന് ചോദിച്ചപ്പോ സാറെ കേട്ടു, റെക്കോർഡ് ക്ലാസ് കേട്ടു. എങ്ങനെയാ ക്ലാസ് തുടങ്ങിയത്? സാർ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തുടങ്ങിയത്. ക്ലാസ് ഇടയ്ക്ക് വെച്ചാ ഇന്നലെ റെക്കോർഡിംഗ് ഓൺ ആക്കി. കുറച്ച് സാങ്കേതിക തകരാറ് മൂലം ഇടയ്ക്ക് വെച്ചാണ് റെക്കോർഡ്. അപ്പൊ അവൻ ഗുഡ് മോർണിംഗ് കേട്ടു എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അവൻ എങ്ങനെയാ ക്ലാസ് കേട്ടത് കേട്ടോ. അപ്പൊ ഗൗരി കേട്ടു. പക്ഷെ ഗൗരി ഒരു പ്രശ്നം ഉണ്ടല്ലോ. അത് എന്താണ് ഫോക്കസിലേക്ക് പോവാത്ത? ആ ലൈറ്ററെ ഡൈവേർജ് ചെയ്താലോ പോകുന്നത്? ഫോക്കസിലേക്ക് ചെല്ലണ്ടേ ആ ലൈറ്ററെ? പാരലായിട്ട് പോകുന്ന ലൈറ്ററെ കോൺവെക്സ് ലെൻസിൽ എന്താ സംഭവിക്കുക? പാരലായിട്ട് പോകുന്ന ലൈറ്ററേക്ക് ഫോക്കസിൽ പാസ് ചെയ്ത് പോകും. അത് ഫോക്കസിലേക്ക് പാസ് ചെയ്യുന്ന ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്താലോ പോകുന്നത്? ഫോക്കസിലേക്ക് മീറ്റ് ചെയ്യുന്നുണ്ടോ ആ ലൈറ്ററെ? സാർ ഞാൻ ചോട്ടെ. അപ്പൊ ഈ ഒപ്റ്റിക് സെന്ററിന്റെ ഫോക്കസിന്റെ നടുക്ക് വെക്കണേ ഇത് ചെയ്യോ? റിയൽ ആണോ? അത് വെർച്വൽ അല്ലേ? വെർച്വൽ ആണ്. അപ്പോ ഫോക്കസിൽ കൂടെ കടന്നു എങ്ങനെ ചെയ്യാണ്? ലെൻസ് അല്ലേ? ലെൻസ് മാറിയിട്ടില്ല. ലെൻസ് കോൺവെക്സാ. ഇമേജ് എന്തോ ആയിക്കോട്ടെ, അതിനെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ ബോധന ചെയ്യണ്ട. അത് ഇമേജ് നമ്മൾ വരുന്നല്ലേ ഉള്ളൂ. ഇമേജ് ഫോം ചെയ്തിട്ടില്ല എപ്പോഴും കേട്ടോ. ഇപ്പൊ റേ മാത്രമേ വരയ്ക്കാൻ പറഞ്ഞോളൂ. ഇമേജ് അവിടെ കിടന്നോട്ടെ. ലെൻസ് ഏതാ? കോൺവെക്സ് ആണ്. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ കൺവേർജ് ആണ്, ഡൈവേർജ് ചെയ്യില്ല. ആ ലെൻസിന് ഡൈവേർജ് ചെയ്യില്ല കേട്ടോ. ഡൈവേർജ് ചെയ്യുന്ന ലെൻസ് കോൺകേവ് ആണ്.
അത് എന്ത് ഇമേജ് ആണെന്നുള്ള അവിടെ നിൽക്കട്ടെ. അതെങ്ങനെ വരുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇമേജിന്റെ കാര്യം ഞാൻ പറയാം കേട്ടോ. ആൽബിനെ താത്തിക്കോ. ഓക്കെ. അതൊന്ന് കറക്റ്റ് ചെയ്യട്ടോ. ആ ക്ലാസ്സിൽ കയറാത്തതിന്റെ കുറച്ച് കാണാനുണ്ട്. ഇത് കണ്ടത് എല്ലാവരും വരച്ചത്. ഇവിടെ മുഹമ്മദ് റബീസ് ഒക്കെ ഇമേജ് ആയിട്ട് റെഡിയാണ്. ഇത് സാറെ പിടിച്ചോളാൻ പറഞ്ഞു. ഓക്കെ, ഇവിടെ നോക്കിക്കോട്ടോ. കുഴപ്പമില്ല, നമുക്ക് ഗൗരി എനിക്ക് പറഞ്ഞു തന്നാൽ മതി. ഗൗരി ഒന്ന് ഇവിടെ നോക്കിക്കോട്ടോ. പറഞ്ഞോ ഗൗരി, പറഞ്ഞോ. ഫസ്റ്റ് എന്താ? ഫസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസിന് പാരലൽ ആയിട്ട് ഉള്ള റേ. പ്രിൻസിപ്പൽ ഫോക്കസിന് പാരലൽ ആയിട്ടുള്ള റേ. ഞാൻ പ്രിൻസിപ്പൽ ഫോക്കസിന് പാരലൽ ആയിട്ട് ഒരു റേ വരച്ചു. ഓക്കെ, പാരലൽ ആയിട്ട് റേ വരച്ചു. ഓക്കെ, പിന്നെ അത് F2 കൂടെ പാസ് ചെയ്യുമോ? അത് പാസ് ചെയ്യണം. അല്ലാണ്ട് F1 നിന്ന് ഡൈവേർജ് ചെയ്യരുത് കേട്ടോ. അവിടെ വിർച്വൽ ഇമേജ് ആണ്, F1 ഡൈവേർജ് ചെയ്യരുത്. ഏത് ഇമേജ് ആണെങ്കിലും അവിടെ കൺവേർജിങ് ലെൻസ് ആണ് ഇത്. ഓക്കെ, ഇത് നേരെ F1 കൂടെ പാസ് ചെയ്ത് പോകും. ഓക്കെ, പാസ് ചെയ്ത് പോകും. അടുത്ത കേസ് പറഞ്ഞു. ഒപ്റ്റിക് സെന്ററിൽ കൂടെ പോണേ. ഒപ്റ്റിക് സെന്ററിൽ കൂടെ പോകുന്ന ലൈറ്റ്. ഒപ്റ്റിക് സെന്ററിൽ കൂടെ പോകുന്ന ലൈറ്റ്. ഒപ്റ്റിക് സെന്ററിൽ കൂടെ പോകുന്ന ലൈറ്ററെ ഡിവൈറ്റ് ചെയ്യാണ്ട് നേരെ കടന്നു പോകും. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് കേസ് അല്ലെ. ഓക്കെ, അപ്പൊ ദേ ഒരാൾ ഇവിടെ നിന്ന് നോക്കുവാണ്. ഇതാരാ നോക്കുന്നത്? നമ്മുടെ അയാൻ ഇബ്രാഹിം ആണ് നോക്കുന്നത്. ഓക്കെ, അയാൻ ഇബ്രാഹിം ഇവിടെ നിന്ന് നോക്കുമ്പോ രണ്ട് ലൈറ്ററെ ഡൈവേർജ് ചെയ്ത് വരുവാണ്. എന്ത് സംഭവിക്കും? അയാൻ ഡൈവേർജ് ചെയ്ത ഒരു ലൈറ്ററെ കണ്ട എന്തായിരിക്കും സംഭവിക്കുക? ഇമേജ് കാണാൻ പറ്റില്ല. ഈ റിയൽ ഇമേജ് കാണാൻ പറ്റില്ല. പക്ഷെ അയാൻ നോക്കുമ്പോ അയാൻ ഇത് മീറ്റ് ചെയ്യുന്നതായിട്ട് തോന്നും അല്ല? എവിടെ മീറ്റ് ചെയ്യുന്നതായിട്ട് തോന്നും? ഇത് നോക്കി, എവിടെ മീറ്റ് ചെയ്യുന്നതായിട്ട് തോന്നും? ഒബ്ജക്റ്റിന്റെ അതേ സൈഡിൽ. അങ്ങനെയല്ലേ നമ്മൾ വിർച്വൽ ഇമേജ് കാണാം. നിങ്ങൾ കോയിൻ കണ്ടത് അങ്ങനെയല്ലേ? വേറെ ഏതോ ഡിറക്ഷനിൽ ലൈറ്റ് വന്നപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ലൈറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിച്ചാണ് അവിടെ ഇമേജ് ഫോം ചെയ്തത്. അതുപോലെ ഈ വരുന്ന ലൈറ്റർ എന്ത് ചെയ്യും? നിങ്ങൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക കേട്ടോ. എന്തുകൊണ്ടാണ് ഈ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഞാനൊക്കെ പഠിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു എന്താണ് ഈ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതിന്റെ ഐഡിയ ഇതാണ്. നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ രണ്ട് ലൈറ്റർ നേരെയാണ് വരുന്നത്. നേരെ എവിടെ നിന്നോ വരുവാണ്. അപ്പൊ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഈ രണ്ട് ലൈറ്ററേയും ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അവിടെ ഇമേജ് കാണും. കാരണം ഞാൻ പറഞ്ഞു, ഇമേജ് കാണുന്നത് ഒന്നല്ലെങ്കിൽ ലൈറ്റ് മീറ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ലൈറ്റ് മീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുമ്പോഴാണ്. മീറ്റ് ചെയ്യുമ്പോൾ കാണുന്ന ഇമേജിനെയാണ് നമ്മൾ റിയൽ ഇമേജ് എന്ന് പറയുന്നത്. മീറ്റ് ചെയ്യുന്നത് പോലെ തോന്നുമ്പോൾ, ഓക്കെ, അപ്പിയർ ടു മീറ്റ്, ആ സമയത്ത് നമ്മൾ കാണുന്ന ഇമേജിനെയാണ് നമ്മൾ വിർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? ഈ രണ്ട് റേയും നിങ്ങൾ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ കണ്ണ് നിങ്ങൾ റേഡാഗ്രത്തിൽ കണ്ണും മൂക്കും പല്ലൊന്നും വരയ്ക്കണമെന്നില്ല. എന്നാലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒന്ന് വരച്ചു വെച്ചു. ഓക്കെ, എക്സാമിന് വരയ്ക്കണ്ട കേട്ടോ. ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വരച്ചാൽ മതി. ഈ രണ്ട് ലൈറ്ററേയും ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പറഞ്ഞോ. സാർ സെയിം സൈഡില് ഇമേജ് ഫോം ചെയ്യണമെന്നല്ലേ ഉള്ളൂ, അല്ലാണ്ട് ബിറ്റ്വീൻ C1 F1 അങ്ങനെയൊന്നും. അത് ഞാൻ പറയാം. അത് ഈ സംശയം എനിക്കും തോന്നിയാറ്. കാരണം ഞാൻ CBSE ടെക്സ്റ്റും 10th ടെക്സ്റ്റ് ഒക്കെ റെഫർ ചെയ്തപ്പോൾ എല്ലാത്തിലും പറഞ്ഞേക്കുന്നത് സെയിം സൈഡാ. കറക്റ്റ് ആയിട്ട് പൊസിഷൻ പറഞ്ഞിട്ടില്ല. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പലർക്കും പല സൈഡിലായിരിക്കും കിട്ടിയേക്കുക അല്ലെ? എല്ലാവർക്കും കറക്റ്റ് ആയിട്ടൊരു പൊസിഷൻ ഉണ്ടോ ഇവിടെ? എത്ര പേർക്ക് സിയുടെ പുറകെ കിട്ടി? സിയുടെ പുറകിൽ എത്ര പേർക്ക് കിട്ടി? സിയുടെ പുറകിലായിരിക്കും കൂടുതൽ പേർക്ക് കിട്ടിയിട്ടുണ്ടാവുക. അല്ല, സിയുടെ പുറകിൽ ആർക്കും കിട്ടിയിട്ടില്ല. ഒരാൾക്ക്. എത്ര പേർക്ക് സിയുടെ എഫിന്റെ ഇടയ്ക്ക് കിട്ടി? കണ്ടോ? ഓക്കെ, അതുകൊണ്ട് കറക്റ്റ് ആയിട്ടൊരു പൊസിഷൻ വേണ്ട. നിങ്ങൾ അത് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് സെയിം സൈഡ് എന്ന് പറഞ്ഞാൽ മതി. ഇതിന്റെ കേസിൽ കേട്ടോ, കോൺവെക്സിന്റെ കേസിൽ. പറഞ്ഞോ, ചോദിച്ചോ. സാർ, അപ്പൊ ഈ ഇങ്ങനെ പോണ റേ കൂട്ടിമുട്ടി ഉണ്ടാവണല്ലേ റിയൽ ഇമേജ്? കൂട്ടിമുട്ടി ഉണ്ടാകുന്നതാണ് റിയൽ. പക്ഷെ ഇത് കൂട്ടിമുട്ടിയിട്ടില്ല. ഇത് കൂട്ടിമുട്ടുന്ന പോലെ നമുക്ക് തോന്നുന്നതാണ്. സാർ, അപ്പൊ ഇന്നലെ ഉള്ള ഇതിനല്ലേ വിർച്വൽ ഇമേജ് എന്ന് പറഞ്ഞത്? ലെൻസിന്റെ കേസിൽ ഇന്നലെയുള്ള എല്ലാം റിയലാ. ഇന്നലെയുള്ള എല്ലാ ഇമേജും റിയലാ. കാരണം എല്ലാത്തിലും ലൈറ്റ് കൺവേർജ് ചെയ്ത് കൂട്ടിമുട്ടുമല്ലേ ചെയ്യാം. നമ്മൾ കണ്ടതല്ലേ, ലൈറ്റ് എല്ലാം കൺവേർജ് ചെയ്ത് കൂട്ടിമുട്ടുമല്ലേ ചെയ്തേ. ഓക്കെ, എന്താ സംശയം? ചോദിച്ചോ, ക്ലിയർ ആക്കിക്കോ, ചോദിച്ചോ. നമ്മൾ ബാക്കി 5 കേസിലും കണ്ട റിയൽ അല്ലേ? നിങ്ങൾ ആക്ടിവിറ്റി ചെയ്ത് ഓർത്ത് നോക്കിയേ. നിങ്ങൾ ആക്ടിവിറ്റി ചെയ്തപ്പോ ഇങ്ങനെ എല്ലാം സ്ക്രീനിലല്ലേ കിട്ടിയേ? എല്ലാം റിയൽ ഇമേജ് ആണ്. ഓക്കെ, ഈ ഒരു കേസിൽ മാത്രമാണ് വിർച്വൽ ഇമേജ് ഫോം ചെയ്തത്. പിന്നെ വിർച്വൽ ഇമേജ് ആയതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു ഡോട്ടഡ് കാണിക്കുക, അല്ലെങ്കിൽ ഏതാ ഒബ്ജക്ട് ഏതാ ഇമേജ് എന്ന് നിങ്ങൾക്ക് അറിയേണ്ടി വരും.
ഓക്കെ, ഒരു ഡോട്ട് ഇട്ടിട്ട് വിർച്വൽ ഇമേജ് കാണിക്കുക. പിന്നെ ലൈറ്റ് ഇവിടെ ശരിക്കും പാസ് ചെയ്യുന്നില്ലല്ലോ, ഇവിടെ നിന്ന് ലൈറ്റ് ഒന്നും വരുന്നില്ലല്ലോ, അത് നമുക്ക് തോന്നുന്നല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, അതും ഡോട്ടഡ് കാണിച്ചേക്കുക. ഇവിടെ നിന്ന് ലൈറ്റ് ഒന്നും വരുന്നില്ല. സാർ പറഞ്ഞോ സാർ, ഈ കേസിലൊന്നും ഫോക്കസ് കൂടെ പോയി പ്രിൻസിപ്പൽ ആക്സിന്റെ പേരിൽ അങ്ങനെ റേ വരയ്ക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഫോക്കസിലൂടെ പോയിട്ട് പ്രിൻസിപ്പൽ ആക്സിന്റെ പേരിലായി ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ നോക്കട്ടെ. ഫോക്കസിലൂടെ പോയിട്ട് പ്രിൻസിപ്പൽ ആക്സിന് പേരിൽ, അപ്പൊ വേറെ സ്ഥലത്തായിരിക്കും കിട്ടുക അങ്ങനെ വരച്ചു കഴിഞ്ഞാ. ഫോക്കസിലൂടെ പോയിട്ട് പ്രിൻസിപ്പൽ ആക്സിന് പേരിലാകുമ്പോ അപ്പൊ ഈ വേറെ ക്വസ്റ്റ്യൻ ഞാൻ നോക്കട്ടെ കേട്ടാ, അത് ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ കേട്ടാ. നോക്കട്ടെ തേർഡ് റൂളിൽ എങ്ങനെയാ വരികയാണ് ഇതിനകത്ത്. അല്ല, അവിടെ തന്നെ കിട്ടൂലേ, അവിടെ തന്നെ കിട്ടൂലോ, കിട്ടും അല്ലേ. ഇത് നിങ്ങൾ വരച്ചു നോക്കി, ഇവിടെ നിന്ന് ഒരു റേ വരച്ചിട്ടെ. അപ്പൊ ലെൻസിന് കുറച്ചുകൂടെ വലിപ്പം വേണമെന്നുള്ളൂ. ഇത് ഇവിടെ നിന്ന് ഒരു റേ ഇങ്ങനെ വരച്ചിരുതേ, ഇതിങ്ങനെ വെച്ചത് ഇവിടെയല്ലേ വരിക. ഓക്കെ, ഇവിടെ ആയിട്ടല്ലേ വരിക, ഏകദേശം അവിടെ തന്നെയല്ലേ വരിക. ഇതിങ്ങനെ ലൈൻ വരച്ചാ നിങ്ങൾ നിങ്ങളുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കി. പ്രിൻസിപ്പൽ ഒത്തിരി കട്ടി കൂട്ടി വരയ്ക്കണ്ട കേട്ടോ, ഒത്തിരി കട്ടിക്ക് വരയ്ക്കുന്നുണ്ട. ഇത് ഫോക്കസിലേക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് ആയിട്ടൊന്ന് വരച്ചിട്ട് അവിടെ തന്നെ മീറ്റ് ചെയ്യുന്നുണ്ടോ? നോക്കി നോക്കി. 3 റൂളും എടുക്കാം. നോക്കി, ഫോക്കസിലേക്ക് കണക്ട് ചെയ്യുക ഒരു ലൈൻ വരച്ചിട്ട്, എന്നിട്ടത് പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക കേട്ടോ, ബാക്കിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. സാർ പറഞ്ഞോ. സാർ ഫോക്കസ് F1 ആണോ F2 ആണോ എടുക്കേണ്ടത്? അത് ഇത് നോക്കി, ഇവിടെ നിന്ന് വരച്ചു കഴിഞ്ഞാൽ ഇത് വരുന്നത് F1 ന്ന്. ഓക്കെ, പാസിംഗ് ത്രൂ ഫോക്കസ് അല്ലേ, പാസിംഗ് ത്രൂ ഫോക്കസിലൂടെ കടന്നു പോകുന്നു F1. ഓക്കെ, പാസിംഗ് ത്രൂ ഫോക്കസ് ആണ്, F1 കടന്നു പോട്ടെ. എന്നിട്ട് പാരലൽ ആയിട്ട് വരച്ചിട്ട് നോക്ക്, ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കറക്റ്റ് അവിടെ തന്നെ കിട്ടുന്നുണ്ടോ? ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വന്നേക്കാം, എന്നാൽ ഏകദേശം അവിടെ തന്നെയാണോ കിട്ടുന്നത്? നോക്കി, അഭിനെ കിട്ടിയോ? സാർ എനിക്ക് മനസ്സിലായില്ല സാർ. അതായത് തേർഡ് റൂള് ഫസ്റ്റ് റൂളാണ് നമ്മൾ ചെയ്തത്. ഫസ്റ്റ് റൂളും സെക്കൻഡ് റൂളാണ്. നമ്മൾ ഫസ്റ്റ് റൂളും തേർഡ് റൂളും എടുത്താൽ നമ്മൾ എപ്പോഴും വരയ്ക്കുക. അപ്പൊ സെക്കൻഡ് റൂൾ എടുത്ത് വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ സെക്കൻഡ് റൂൾ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനാ പറഞ്ഞത്. അതായത് ഫോക്കസിലൂടെ കടന്നു പോകുന്ന റേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. കണ്ടോ, ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഒരു റേ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് അത് പാരലൽ ആയിട്ടായിരിക്കും റിഫ്രാക്ട് ചെയ്യുക. കണ്ടോ, പാരലൽ ആയിട്ട് റിഫ്രാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ആ പാരലൽ ആയിട്ട് പോകുന്ന റേ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, എന്നിട്ട് ഇവിടെ തന്നെ മീറ്റ് ചെയ്യും. ഓക്കെ, മുഹമ്മദ് റൈഹാൻ എവിടെ കിട്ടിയേ? അവിടെ തന്നെ കിട്ടിയോ? എല്ലാം കൂടെ വരച്ച് കൊളാക്കണ്ട കേട്ടോ, അത് ലൈറ്റ് ആയിട്ടൊന്ന് കാണിച്ചാൽ മതി. അതിനകത്ത് CDFന്റെ ഇടയ്ക്ക് തന്നെ വരുന്നുണ്ടോ? CDF നിങ്ങൾ ആദ്യം കിട്ടിയ പൊസിഷനിൽ തന്നെ വരുന്നുണ്ടോ? ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ പുറകിലെ തന്നെയല്ലേ കിട്ടും, ഒബ്ജക്റ്റിന്റെ പുറകിൽ തന്നെ കിട്ടൂലോ ഇമേജ്. ഹായ്ക്ക് എവിടെയാ കിട്ടിയേ? എന്റെ കഴിഞ്ഞില്ല സർ. കഴിഞ്ഞില്ല. ഓക്കെ, ഒന്നുകൂടെ വരച്ചു നോക്കി, അത് അവിടെ തന്നെ കിട്ടുന്നില്ലേന്ന്. ഇത് ഞാൻ വരച്ചു തന്നെ. അതെ, പാരലായിട്ട് ഒരു റേ വരയ്ക്കുക. ഫോക്കസിലേക്ക് കണക്ട് ചെയ്ത ഒരു റേ വരയ്ക്കുക. കണ്ടോ? എന്നിട്ട് അത് എങ്ങനെ പോവും? പാരലായിട്ടായിരിക്കും റിഫ്രാക്ഷന് ശേഷം പാസ് ചെയ്യുക പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട്. എന്നിട്ട് അത് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. എനിക്ക് കറക്റ്റ് അവിടെയല്ല, എൻ്റെ ഹൈറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ,
എന്നാലും കറക്റ്റ് പുറകെ തന്നെയാണ്. അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് രണ്ടുമാണ് സേഫ്, നമുക്ക് വരയ്ക്കാൻ എളുപ്പം ഇത് രണ്ടും ആയതുകൊണ്ട് ഞാൻ ഇത് രണ്ടുമാണ് പ്രിഫർ ചെയ്യാറുള്ളൂ കേട്ടോ. ഫസ്റ്റും തേർഡും എടുത്ത് വരയ്ക്കുന്നതാണ് എളുപ്പം. മറ്റേ നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആണ്, ഇത് എങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും എന്നൊക്കെ. ഓക്കെ, ഏതെടുത്താലും കുഴപ്പമില്ല, 3 റൂളിൽ ഏതെടുത്താലും കുഴപ്പമില്ല. ഓക്കെ, പറഞ്ഞോ. സർ ഞാൻ താഴത്തോടെ അറേ വരച്ചത്, അപ്പൊ അത് മീറ്റ് ചെയ്യുമോ? താഴത്തോടെ എങ്ങനെയാ ഒബ്ജക്റ്റിലൂടെ പാസ് ചെയ്യുന്ന എങ്ങനെയാ? താഴത്തോടെ വരച്ചാ പാസ് ചെയ്യില്ലല്ലോ. ഒബ്ജക്റ്റിൽ നിന്ന് ഫോക്കസിലേക്ക് വരച്ചു, എന്നിട്ട് താഴേക്കൂടെ പാരലൽ ആയിട്ട് വരച്ചു, അങ്ങനെയാണ്. അല്ല, അതെങ്ങനെയാ? അത് ഇതിലല്ലേ, ലൈറ്റ് ഇങ്ങനെയല്ലേ വരുന്നത്? ലൈറ്റ് ഇങ്ങനെ ഒബ്ജക്റ്റിലൂടെ അല്ലേ വരും, അല്ലാണ്ട് ഇങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യില്ലല്ലോ. അത് ഇങ്ങനെയല്ലേ പോകുള്ളൂ ലൈറ്റ്. ഒബ്ജക്റ്റിന്റെ ഹെഡിൽ നിന്ന് പാസ് ചെയ്യണ്ടേ? നമുക്ക് ഇതിന്റെ ഇമേജ് അല്ലേ കിട്ടണ്ടേ? ഈ ഹെഡിന്റെ ഇമേജ് ആണ് നമ്മൾ നോക്കുന്നത്, എവിടെ കിട്ടൂന്ന്. ഓക്കെ, അപ്പൊ ഇത് കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ലേ വരയ്ക്കേണ്ടത്, ഫോക്കസിലൂടെ, അല്ലാണ്ട് താഴേക്ക് വരച്ചാൽ കിട്ടൂല്ലോ. ഓക്കെ, കുഴപ്പമില്ല, അത് വിട്ടേക്ക്. ഞാനിപ്പോ ഒരു സംശയം ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്, വിട്ടേക്ക്, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ആ ഇമേജിന് എന്തൊക്കെ പ്രത്യേകതകൾ നമുക്ക് കാണാൻ പറ്റും? സുഹൈലെ പറഞ്ഞോ, ഇമേജിന് എന്തൊക്കെ പ്രത്യേകത കാണാൻ പറ്റും? വിർച്വൽ ആണ്, തീർച്ചയായിട്ടും വിർച്വൽ ആണ്. പിന്നെ വിർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, പിന്നെ എൻലാർജ്ഡ് ആണ്. ഓക്കെ, വിർച്വൽ, ഇറക്റ്റ് ആൻഡ് എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. ഓക്കെ, ഇതിപ്പോ നമ്മൾ ആക്ടിവിറ്റി ചെയ്ത പോലെയാണെങ്കിൽ നിങ്ങൾ ഇത് ഇവിടെ ഒരു ക്യാൻഡിൽ കണ്ടു അല്ലെ? ഇതാണ് ക്യാൻഡിലിന്റെ ഇമേജ്. നിങ്ങൾ ലെൻസിൽ കൂടെ നോക്കിയിട്ടാ കണ്ട ക്യാൻഡിലിന്റെ ഇമേജ്. ഇത് നിങ്ങൾ വച്ച ക്യാൻഡില്. ഓക്കെ, അപ്പൊ അതേ ക്യാൻഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ അങ്ങനെയാണ് അല്ലെ? നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ റിയൽ ഇമേജ് കിട്ടണ്ടോ നോക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു? സ്ക്രീൻ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, നിങ്ങൾ കണ്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ലെൻസിനകത്തോട് നോക്കിയപ്പോൾ നിങ്ങൾ ഒരു വലിയൊരു ഇമേജ് കണ്ടു. ഓക്കെ, ആ ഇമേജ് വിർച്വൽ ഇമേജ് ആണ്. അതായത് ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേ ഡൈവേർജ് ചെയ്ത് വരുന്നത് കൊണ്ട് നമ്മൾ ആ ലൈറ്റ് റേ മീറ്റ് ചെയ്തിട്ട് ഒരു പോയിന്റിൽ അതിന്റെ ഇമേജ് കണ്ടു. ഓക്കെ, ക്ലിയർ ആണല്ലോ? 6 കേസ്. എന്തെങ്കിലും കേസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോ. 6 കേസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ലെൻസിലേക്ക് കടക്കാം. കോൺകേവ് ലെൻസ്. അടുത്ത ഹെഡിങ് കൊടുത്തോ, കോൺകേവ് ലെൻസ്. റേ ഡയഗ്രാം ഫോർ കോൺകേവ് ലെൻസ് എന്ന് കൊടുത്തോ. റേ ഡയഗ്രാം ഫോർ കോൺകേവ് ലെൻസ്, കോൺകേവ് ലെൻസിന്റെ റേ ഡയഗ്രാം. ഓക്കെ, കോൺകേവിൽ എത്ര കേസ് നമ്മൾ ചെയ്തായിരുന്നു അഹമ്മദ് അബ്ദുൽ കരീം? കോൺകേവിൽ എത്ര കേസ് നമ്മൾ ചെയ്തു? എത്ര? 2 ഫസ്റ്റ് കേസ് ഏതായിരുന്നു? ഫസ്റ്റ് കേസ് ഏതാ കോൺകേവ് ചെയ്ത ഫസ്റ്റ് കേസ്? ഇൻഫിനിറ്റിയിൽ അല്ലെ? ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ അതിന്റെ ഇമേജ് അവിടെ കിട്ടും നോക്കി. ഓക്കെ, ഓക്കെ. അപ്പോ കേസ് 1 ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. കേസ് 1 ഇത് നിങ്ങളൊന്ന് വരച്ച് ഞാനൊന്ന് നോക്കട്ടെ കേട്ടാ. ഒബ്ജക്റ്റ് അറ്റ് റഫായിട്ട് വരച്ചാലും മതി, സൈഡിൽ എവിടെയെങ്കിലും. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ആദ്യം തന്നെ ലെൻസ് വരയ്ക്കുക കേട്ടോ. കോൺകേവ് ലെൻസ് ആണ്, വ്യത്യാസമുണ്ട്. ഓക്കെ, പാരലൽ ആയിട്ട് ഇരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്ന് എങ്ങനെയാണ് ലൈറ്റ് റേ വരിക? മൂസിൻ മുസ്തഫ, പാരലൽ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ നിന്ന് എങ്ങനെയാ ലൈറ്റ് റേ വരിക? വിർച്വൽ ആണ്. ഇൻഫിനിറ്റി ഇവൻ പറഞ്ഞ കേൾക്കുന്നില്ല. നിങ്ങൾ ഈ ആൻസർ റെഡിമെയ്ഡും പിടിച്ചോണ്ടിരിക്കുകയാണ്.
ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ നിന്നും എങ്ങനെയാണ് ലൈറ്റ് വരിക? ലൈറ്റ് എങ്ങനെയാണ് വരിക? എന്തെങ്കിലും പ്രത്യേകത ലൈറ്റിനുണ്ടോ? ഇൻഫിനിറ്റിയിൽ നിന്ന് ഇരിക്കുന്ന ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്ററൊക്കെ മനസ്സിലായവരൊന്ന് കൈവക്കി. ഓക്കെ ഓക്കെ ഓക്കെ. മോത്തിന് നേരെ കൈപിടിച്ചെന്നാലേ കാണാൻ പറ്റുള്ളൂ. ആ, ഇത്രയും പേർക്ക് മനസ്സിലായി. മുസ്തഫയ്ക്ക് മനസ്സിലായിട്ടില്ല. പറഞ്ഞോ. മൂസിന് എന്താണ് മനസ്സിലാവാത്തത്? ഇൻഫിനിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നു എന്നുള്ളതാണോ മനസ്സിലാവാത്തത്, അതോ ലൈറ്ററി ആണോ മനസ്സിലാവാത്തത്? എന്താ മനസ്സിലാവാത്തത്? ദൂരെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ നിന്ന് എങ്ങനെയാ ലൈറ്റ് വരിക? ഒരാൾ പറഞ്ഞു കൊടുത്തേ. ഡൈവേർജ് ആയിട്ട് അങ്ങനെയാണോ? ഏയ് അല്ല. ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുത്തേ. ആരാ? റബീസ് പറഞ്ഞു കൊടുക്കും. റബീസ്. പാരലൽ ആയിട്ടാണ്. ഓക്കെ, അതായത് ദൂരെ ഇൻഫിനിറ്റിയിലുള്ള ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റർ വരുന്നത് പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഓക്കെ, ഇതൊക്കെ ഓർമ്മയിലുണ്ടാവണം. ഇതൊക്കെ എത്ര തവണ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, പാരലൽ. അതുകൊണ്ടല്ലേ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് എടുക്കുന്നത്. പാരലൽ ആയിട്ട് ലൈറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഫിനിറ്റിയിലുള്ള ഒരു ഒബ്ജക്റ്റ് എടുക്കാൻ പറയുന്നത്. ഓക്കെ, ലൈറ്റ് റേസ് വരയ്ക്കുക. എന്നിട്ട് അത് എവിടെ മീറ്റ് ചെയ്യുന്നു നിങ്ങൾ കാണിക്കുക കേട്ടോ. കാണിച്ചു കഴിയുമ്പോൾ ആൻഡ്രീസ് ചെയ്തോ. ഓക്കെ, വരച്ചു കഴിയുമ്പോൾ ഒന്ന് ആൻഡ്രൈസ് ചെയ്ത് വെക്കണേ. അമ്മ എന്താണ് ഈ മറിച്ചുകൊണ്ടിരിക്കുന്നത്? ആ, ഓക്കെ, വരച്ചു കഴിഞ്ഞോ? ആളുകൾ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഷുഹൈബ് വരച്ചു കഴിഞ്ഞോ? ഓക്കെ, എവിടെ മീറ്റ് ചെയ്തേ? F1-ലാണോ F2-ലാണോ? F1 മീറ്റ് ചെയ്തോ? ഡൈവേർജ് അപ്പിയർ ടു കൺവേർജ് ആണോ അപ്പിയർ ടു ഡൈവേർജ് ആണോ? ഡൈവേർജ് ഏത് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടാ. ഓക്കെ, അപ്പിയർ ടു മീറ്റ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അപ്പിയർ ടു ഡൈവേർജ് ഫ്രം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പിയർ ടു മീറ്റ് അറ്റ് ഫോക്കസ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അപ്പിയർ ടു ഡൈവേർജ് ഫ്രം ഫോക്കസ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. രണ്ടും സെയിം മീനിങ് ആണല്ലോ. ഫോക്കസിൽ നിന്നും ഡൈവേർജ് ചെയ്തു, ഫോക്കസിലേക്ക് മീറ്റ് ചെയ്ത പോലെ തോന്നി. രണ്ട് സെയിം മീനിങ് ആണ്. ഓക്കെ, ആരെയും വരയ്ക്കുന്നുണ്ടോ? ഇനി ആരെയും വരയ്ക്കുന്നുണ്ടോ? കൈവക്കി ആരെങ്കിലും വരയ്ക്കുന്നുണ്ടോ ഇനി? ഓക്കെ, ഇർഫാൻ ഷംസുദ്ദീൻ കിട്ടിയോ? എല്ലാവരും ഒന്ന് ബുക്ക് ഒന്ന് കാണിച്ച്, ക്യാമറ കാണിച്ച്. വരച്ചു കഴിഞ്ഞാൽ എല്ലാവരും ബുക്ക് ഒന്ന് കാണിച്ച് നോക്കട്ടെ. കുറച്ച് നേരം കറക്റ്റ് ആയിട്ട് പിടിക്കട്ടെ, എനിക്ക് കാണാൻ പാകത്തിന്. ഓക്കെ ഓക്കെ. അയ്യോ ഗൗരി, ആ രണ്ടാമത്തെ റിഫ്ലക്ട് ചെയ്ത് എന്ത് ചെയ്യാ? അത് റിഫ്രാക്ട് ചെയ്യാണ്ട് റിഫ്ലക്ട് ചെയ്ത് വന്നല്ലോ. രണ്ടാമത്തെ റേ ഇവിടെ ആരാണ്? റുഫൈദ പാരലല് വരയ്ക്കണം. പാരലാണ്, ലൈറ്റ് പാരലല് വരയ്ക്കാവുള്ളൂ. റുഫൈദ ഒബ്ജക്റ്റിൽ നിന്ന് രണ്ട് ലൈറ്ററെ വരച്ചു വെച്ചേക്കുവാണ്. ഒരു ലൈറ്ററെ കൺവേർട്ട് ചെയ്തും മറ്റേത് പാരലായിട്ടും. പിന്നെ ആരാ വരച്ചു വെച്ചേക്കുന്നത്? അടുത്തത് അഹമ്മദ് ഹലീം. അഹമ്മദ് ഹലീം പാരലാണല്ലേ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. സോറി, ബാക്കി എല്ലാവർക്കും പാരലാണ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, വച്ചോ. ഓക്കെ, അപ്പൊ റുഫൈദ പ്രിൻസിപ്പൽ ആക്സിന് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ലൈറ്റർ പാരലൽ അല്ലേ? പിന്നെ നിങ്ങൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വരച്ചിരിക്കുന്നത്? റുഫൈദ പറഞ്ഞേ.
പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് വരയ്ക്കുന്ന ലൈറ്റ് റേ എങ്ങനെയാ പോവാ? പാരലായിട്ടാണോ വരച്ചേക്കുന്നത്? കാണിച്ച് നോക്കട്ടെ. വേറെ പേജാണോ കാണിച്ചേ? അല്ലല്ലോ, ആ രണ്ടാമത്തെ റേ പാരലൽ അല്ലല്ലോ. അല്ല, അത് എങ്ങനെയാ? ദൂരെ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എല്ലാം പാരലൽ ആയിട്ടല്ലേ പോവാ. അപ്പൊ പിന്നെ ഒപ്റ്റിക് സെന്ററിലേക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? വരയ്ക്കരുത് കേട്ടോ, അത് തെറ്റാണ്. പാരലായിട്ട് വരുന്ന റേ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് പോലും കാണിക്കണ്ട. ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന 2 ലൈറ്റ് റേ കാണിച്ചാൽ മതി. ദൂരെയാണ് ഒബ്ജക്റ്റ് വയ്ക്കുന്നത്. അപ്പോ 2 ലൈറ്റ് റേ പാരലായിട്ട് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ നോക്കൂ, ആരാ പറയാ? ഇബ്രാഹിം ബാദുഷ എന്ന് പറഞ്ഞ ഇബ്രാഹിം എങ്ങനെ വരയ്ക്കും? ഇബ്രാഹിം ബാദുഷ പറഞ്ഞോ. സാർ പറഞ്ഞോ. പാരലായിട്ട് F1 കൂടെ പോകും. F1 കൂടെ പോകുന്നല്ല, F1 കൂടെ പോകുന്ന പോലെ തോന്നുന്നു അല്ലെ? അല്ലെങ്കിൽ F1 നിന്ന് വരുന്നത് പോലെ തോന്നും നമുക്ക്. കണ്ടോ, ഇതുപോലെ F1 നിന്നും വരുന്നത് പോലെ ഇങ്ങനെ പോകും. ഓക്കെ, അതുപോലെ ഈ ലൈറ്റ് റേയും F1 നിന്ന് വരുന്നത് പോലെ ഇത് ആദ്യം വരച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യിക്കാൻ നിങ്ങൾ പാടുപെടും. ഈ ലൈറ്റ് റേയും F1 നിന്ന് വരുന്ന പോലെ തോന്നും. അപ്പൊ നമ്മൾ എവിടെ ഇമേജ് കാണും? മാഹിനെ അല്ല മൂസിനെ എവിടെ ഇമേജ് കാണും? F1 ഇമേജ് കാണും അല്ലെ? ഇമേജ് ഫോംഡ്. അതിനിത് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡോട്ടഡ് കാണിച്ചാൽ മതി. കാരണം ലൈറ്റ് അവിടെ നിന്ന് വരുന്നില്ല കേട്ടോ. ലൈറ്റ് ആ F1 നിന്ന് ലൈറ്റ് ഒന്നും വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം? ഒന്ന് ഡോട്ടഡ് ഇട്ട് കാണിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇമേജ് ഫോംഡ് അറ്റ് ഫോക്കസ്. ഇമേജ് ഫോംഡ് അറ്റ് ഫോക്കസ്. അതിന്റെ കൂടെ സെയിം സൈഡ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ് ഒന്നുകൂടി എഴുതിക്കും. സെയിം സൈഡ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡിൽ, സെയിം സൈഡ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഓക്കെ അച്ചു, ഇനി എന്തൊക്കെ പ്രത്യേകത ഇമേജിനുള്ള? എന്തൊക്കെ പ്രത്യേകതയുള്ള? അച്ചു പേജ് മറിച്ച് നോക്കുവാണ് ഇമേജിന്റെ പ്രത്യേകത. ഓർക്കുന്നില്ലേ ഫോക്കസിൽ കണ്ടത്? ദൂരെ ഒബ്ജക്റ്റ്, മരങ്ങളും കാടും മലയും തെങ്ങും പ്ലാവും ഒക്കെ കണ്ടത് എങ്ങനെയായിരുന്നു? ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് കേട്ടോ. ഹൈലി ഡിമിനിഷ്ഡ് ആയിട്ട്. കാരണം തൊട്ട് താഴെയുള്ളതിൽ നമ്മൾ ക്യാൻഡിൽ ചെറുതായിട്ട് കാണുന്നുണ്ട്. അത് അതുപോലെ അല്ലല്ലോ, ഇത് വലിയ മരം വീടൊക്കെ അല്ലേ നമ്മൾ ചെറുതായിട്ട് കാണുന്നത്. അപ്പൊ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഹൈലി ഡിമിനിഷ്ഡ് എന്നും മറ്റേത് ഡിമിനിഷ്ഡ് എന്നും ആണ് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഹൈലി ഡിമിനിഷ്ഡ്. ഇമേജ് ഫോം ചെയ്യുന്നത് റിയൽ ആണ് അല്ലെ? സോറി വിർച്വൽ ആണ്. ഇറക്റ്റ് ആൻഡ് highly diminished. Image formed at focus, virtual, erect and highly diminished. Okay. ഇനി അടുത്ത കേസ് 2, രണ്ടാമത്തെ കേസ്. കേസ് 2. Case 2. ഒബ്ജക്റ്റ് എവിടെയാണ് കേസ് 2-ല് നമ്മൾ വെക്കുക? ബിൻഷാദെ, ഒബ്ജക്റ്റ് എവിടെയാ വെക്കുക? കേസ് 2-ല് എവിടെയാ ഒബ്ജക്റ്റ് വെക്കുക? ബിൻഷാദ് മറിച്ച് തീർന്നാലാണ്. പറഞ്ഞോ, കേസ് 2-ല് എവിടെ ഒബ്ജക്റ്റ് വെക്കുക? ബുക്ക് നോക്കണ്ട, എവിടെയാ ഒബ്ജക്റ്റ് വെക്കുക? ബിൻഷാദ് ചെയ്തല്ല, ആക്ടിവിറ്റി ചെയ്ത ആൾക്ക് നിന്നെ ബുക്ക് ഇതേ മറിച്ചുകൊണ്ടിരിക്കണം. ബിൻഷാദ് പറ. ബിൻഷാദ് ബിൻഷാദിന് പറയണ്ട. ഓക്കെ, ബുക്ക് നോക്കി വായിക്കാനാണ് ഇത്. മായിൻഷ പറയണ കേട്ടോ. മായിൻഷ പറഞ്ഞോ. കേസ് 2-ല് എവിടെയാ വെക്കുക? ഇൻഫിനിറ്റിയുടെ ഒപ്റ്റിക് സെന്ററിന്റെ ഇടയ്ക്ക്. അതായത് എവിടെ വേണമെങ്കിലും ഫ്രണ്ടിൽ വെച്ച് നോക്കാം അല്ലെ? ഞാൻ നിങ്ങളോട് അങ്ങനെയല്ലേ പറഞ്ഞു. നിങ്ങൾ ആക്ടിവിറ്റി ചെയ്തപ്പോ ക്യാൻഡിൽ എവിടെ വേണമെങ്കിലും വെച്ചോ, ലെൻസിന്റെ ഫ്രണ്ടിൽ എന്നാ പറഞ്ഞത് അല്ലെ? പ്രത്യേകിച്ച് സ്ഥലമൊന്നും നമ്മൾ പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക് സെന്റർ, ഇൻഫിനിറ്റിയുടെയും ഒപ്റ്റിക് സെന്ററിന്റെയും ഇടയ്ക്ക്. ഒബ്ജക്ട് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക് സെന്റർ. സാർ
ആ പറഞ്ഞോ. ഇതിന്റെ ഫോക്കസും സെന്റർ ഓഫ് കർവേച്ചർ ഒക്കെ വരയ്ക്കണോ? ആ എല്ലാത്തിലും വരയ്ക്കണമല്ലോ. ഏത് ഫസ്റ്റത്തേലോ? ഈ കേസില് ആ വരച്ചോ അത് വരച്ചോ, നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഫോക്കസ് സെന്റർ ഓഫ് കർവേച്ചർ ഒക്കെ വരച്ചോ. സാർ ആ പറഞ്ഞോ. മിറർ അല്ല ലെൻസ്. ആ ലെൻസ് മാറിപ്പോയില്ലേ. ആ ഓക്കെ. ഒപ്റ്റിക് സെന്റർ മാർക്ക് ചെയ്യുക, F2 C2 മാർക്ക് ചെയ്യുക, അതുപോലെ F1 മാർക്ക് ചെയ്യുക, C1 മാർക്ക് ചെയ്യുക. ഓക്കെ. ഒബ്ജക്റ്റ് ലെൻസിന്റെ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് 2 റൂള് അല്ലെ, ഏതെങ്കിലും 2 റൂൾ എടുത്തിട്ട് നിങ്ങൾ തന്നെ വരച്ചോളൂ. കോൺകേവ് ലെൻസിന്റെ ലൈറ്റ് റേ റൂൾ ഡിഫറെന്റ് ആണ് കേട്ടോ. പാരലായിട്ട് നമ്മൾ മുന്നേ ചെയ്ത പോലെ പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ ഫോക്കസിൽ നിന്ന് ഡൈവേർജ് ചെയ്യണം. ഒപ്റ്റിക് സെന്ററിന്റെ കേസ് രണ്ടിലും സെയിം ആണ്. ഓക്കെ. തന്നെ ചെയ്തോ. ആ ലോവർ ഹാൻഡ് ചെയ്തേ, അൺറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നവരെ ലോവർ ഹാൻഡ് ചെയ്തോ. എന്നിട്ട് ചെയ്ത് കഴിയുമ്പോൾ അൺറൈസ് ചെയ്തോ. അഭിനെന്തെയും മറിച്ചു നോക്കുന്നേ? ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിച്ചു. ഈ സെക്കൻഡ് റൂളിലെ സാർ അതൊന്ന് പറഞ്ഞു തരാമോ? എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഏതിന്റെ? കോൺകേവിന്റെ ആണോ കോൺവെക്സിന്റെ ആണോ? കോൺകേവിന്റെ. ബാക്കിയുള്ളവർ വരച്ചോട്ടോ. വരച്ചു തരുമ്പോൾ അൺറൈസ് ചെയ്തോ. സെക്കൻഡ് റൂൾ ഒന്ന് വായിച്ചേ പിന്നെ. എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ray of light passing towards focus after പാസിംഗ് refraction ടുവേർഡ്സ് ഫോക്കസ് ആണ്. പാസിംഗ് ടുവേർഡ്സ് ഫോക്കസ് പറയുമ്പോൾ ഏത് ഫോക്കസിലേക്കായിരിക്കും? F2 ലേക്ക് അല്ലെ. പാസിംഗ് ടുവേർഡ്സ് ഫോക്കസ്. അപ്പൊ എന്ത് ചെയ്യുക? ഫോക്കസിലേക്ക് ഒരു റേ വരയ്ക്കുക. ഓക്കെ. ഇതാ ഫോക്കസിലേക്ക് പാസ് ചെയ്യുന്ന ഒരു റേ ഇതാ. ഓക്കെ. പക്ഷെ ഫോക്കസിലേക്ക് എത്തിയെന്നാണോ പറഞ്ഞേക്കുന്നത്? ഇല്ല, ഫോക്കസിലേക്ക് അത് ചെല്ലുന്നുള്ളൂ അല്ലെ. ഫോക്കസിലേക്ക് അത് ഡയറക്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിന് റിഫ്രാക്ഷൻ നടന്നിട്ട് അത് എങ്ങനെ പോകും? പാരലായിട്ട്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോകും. അപ്പൊ ഇത് വരയ്ക്കുമ്പോ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് പോകും. ഇതുപോലെ പോകും. ഓക്കെ. മനസ്സിലായോ? സാർ മനസ്സിലായി സാർ. അപ്പൊ ഇത് ഇൻഫിനിറ്റിയുടെ കേസിലൊക്കെ നമുക്ക് ഇത് വരയ്ക്കാൻ പാടില്ലേ?
ഇൻഫിനിറ്റിയുടെ ഇല്ല ലൈറ്റ് പാരലൽ വരണ്ടേ? ഫോക്കസിലേക്ക് ലൈറ്റ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ബാക്കി ലൈറ്റ് വരയ്ക്കുമ്പോൾ പാരലൽ ആവുമോ? അത് ഒരു ലൈറ്റർ ഇങ്ങനെ വരച്ചിട്ട് ഒരു ലൈറ്റർ ഇങ്ങനെ വരച്ചത് പാരലൽ ആവുമോ? ഇല്ല, കാരണം നമ്മൾ എപ്പോഴും പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടാണ് നമ്മൾ ഇൻഫിനിറ്റി എന്നുള്ള ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് കാണിക്കുക. അപ്പൊ ഒരെണ്ണം ഇങ്ങനെ വരച്ചാൽ അത് കൺവേർജ് ചെയ്ത് മീറ്റ് ചെയ്യില്ലേ? ഓക്കെ, അത് പാരലായിട്ട് പോകില്ലല്ലോ. അതുകൊണ്ട് ഇൻഫിനിറ്റിയുടെ കേസ് വരുമ്പോൾ എപ്പോഴും പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഇത് എടുക്കാൻ പറ്റില്ല. അതാ പറഞ്ഞത്, ലൈറ്റർ റൂൾ നമുക്ക് റൂൾ നമ്പർ 1 മാത്രമേ ഇൻഫിനിറ്റിയുടെ കേസിൽ എടുക്കാൻ പറ്റുള്ളൂ. കാരണം ലൈറ്ററെ പാരലൽ ആയിരിക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, മറ്റത് വരച്ചു കഴിഞ്ഞോ? കഴിയാത്ത ആരെല്ലാം ഉണ്ടോ? ബിൻഷത് വരച്ചു കഴിഞ്ഞോ? സുഹൈൽ വരച്ചു കഴിഞ്ഞോ? സുഹൈലെ പെട്ടെന്ന്. ഇൻസാഫ് എന്തായി വരച്ചു കഴിഞ്ഞോ? ഇൻസാഫ് ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു വന്നോ. ബിലാലെ ഒന്ന് പറഞ്ഞ. ബിലാലെ ഫസ്റ്റ് റൂള് പറ. ഫസ്റ്റ് റൂൾ എന്താ? അതുകൊണ്ടെന്താ? ഇന്ന് പ്രസന്റ് അല്ലേ? ഇത് ഇത്രയും കേട്ടിട്ട് മനസ്സിലായില്ല? എളുപ്പമായല്ലോ അല്ലെ? അപ്പൊ ഇനി നാളെ എന്ത് പറയും? നാളെ ഇത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സാറേ മിനിഞ്ഞാന്ന് അബ്സെന്റ് ആണെന്ന് പറയും അല്ലെ? അതിന് അടുത്ത ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ സാറേ ഞാൻ 2-3 ദിവസം മുമ്പ് അബ്സെന്റ് ആണെന്ന് പറയും. ഇത് ഇങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലെ? അതാ പറഞ്ഞ റെക്കോർഡ് ക്ലാസ് കേട്ടിട്ട് വരണം കേട്ടോ. നാളെ നിർബന്ധമായിട്ടും ബാക്കിയുള്ള ക്ലാസ് കേട്ടിട്ട് വേണം വരാൻ. ഇപ്പൊ എന്താ ചെയ്യാം? ഇനിയിപ്പോ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മൈൻഷാണ്ട് ചോദിക്കാം. മൈൻഷാ പറഞ്ഞോ. മൈൻഷാ ഫസ്റ്റ് റൂൾ പറഞ്ഞോ. ഫസ്റ്റ് റൂൾ മാത്രം പറഞ്ഞാൽ മതി. സെക്കൻഡ് ഞാൻ വേറെ ആണ് ചോദിച്ചോളാം. പാരലൽ ആയിട്ട് വരുന്ന റേ പാരലൽ ആയിട്ട് വരുന്ന റേക്ക് എന്ത് സംഭവിക്കും? ചെവി പോണല്ലോ. യന്ത്രം ഓഫ് ചെയ്യാ. പറഞ്ഞോ. പാരലൽ ആയിട്ട് വരുന്ന റേ എന്ത് ചെയ്യും? ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് സംഭവിക്കും? എവിടെന്ന് ഡൈവേർ? എനിക്കിപ്പോ എങ്ങനെ വേണേലും ഡൈവേർജ് ചെയ്യാൻ വാങ്ങിച്ചത്. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ എങ്ങോട്ട് വേണേലും ഡൈവേർജ് ചെയ്യിപ്പിക്കാം. ഏത് പോയിന്റിലേക്ക് വേണമെന്ന് പറഞ്ഞാൽ മതി. ഫോക്കസിൽ നിന്നും ഡൈവേർജ് ചെയ്യും. കണ്ടോ? അത് പ്രത്യേകം എടുത്ത് പറയണം. കാരണം നമുക്ക് ഡൈവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വേണേലും ഡൈവേർജ് ചെയ്യാലോ. ഓക്കെ, അപ്പൊ ഫോക്കസിൽ നിന്നും ഡൈവേർജ് ചെയ്യും. എന്താ ഇതുപോലെ. ഓക്കെ, ഇപ്പൊ റൂൾ 1 ആയി. പക്ഷെ അത് പോരാ അല്ലെ? നമുക്ക് 2 റേ വേണം ഇമേജ് ഫോർമേഷൻ. ഹയാ പറഞ്ഞോ. ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്ന റേ അതുപോലെ തന്നെ. ഓക്കെ, എല്ലാവരും വീട്ടിൽ ഒച്ചയും ബേളാണ്. എഴുന്നേക്കുന്ന സമയമായോണ്ടായിരിക്കും അല്ലെ? ഇല്ലല്ലോ, 9 മണി ആയല്ലോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്ന ലൈറ്റ് റേ. ഒപ്റ്റിക് സെന്ററിലൂടെ പോകുന്ന ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കില്ല? ഡീവിയേഷൻ സംഭവിക്കില്ല എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. ഒപ്റ്റിക് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന അടുത്ത റേ വരയ്ക്കുക. ഓക്കെ, എവിടെങ്കിലും മീറ്റ് ചെയ്തോ? അല്ല മീനെ, ആ 2 റേ എവിടെങ്കിലും മീറ്റ് ചെയ്തോ? എവിടെ മീറ്റ് ചെയ്തേ? ഇമേജ് ഫോംഡ് ബിറ്റ്വീൻ എവിടെയാണ്? F1-ന്റെയും ഒപ്റ്റിക് സെന്ററിന്റെയും F1-ന്റെയും OE-യുടെയും ഇടയ്ക്ക് ഇമേജ് ഫോം ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ബ്രാക്കറ്റിൽ ഇതും കൂടെ എഴുതി വെച്ചേക്കാം. സെയിം സൈഡ് ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്ട്. നമ്മൾ ആക്ടിവിറ്റി ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞു. കാരണം ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ എവിടെയാ ഫോം ചെയ്തത്. നമ്മളൊരു വിർച്വൽ ഇമേജ് കണ്ടു എന്നല്ലേ ഉള്ളൂ. ഓക്കെ, സെയിം സൈഡ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്ട്.
ഓക്കെ, ഒന്ന് ഇഷാൻ എന്ന് പറഞ്ഞ. ഇഷാനെ, എന്തൊക്കെയാ ഇമേജിന്റെ പ്രത്യേകത? ഇഷാൻ, മുഹമ്മദ് ഇഷാൻ. മുഹമ്മദ് ഇഷാന് റെസ്പോൺസ് ഇല്ല. അൽഫിയ എന്ന് പറഞ്ഞേ. അൽഫിയ. ഡിമിനിഷ്ഡ് ആണ്. അല്ല, ആദ്യം അത് റിയൽ ആണോ വിർച്വൽ ആണോ? വിർച്വൽ ആണ് അല്ലെ. ഇവിടെയല്ലേ ഫോം ചെയ്യാതെ. ഇതാണ് ഇമേജ്. ഓക്കെ, അത് വിർച്വൽ ആണ്. പിന്നെ ഇറക്റ്റ് ആണോ ഇൻവേർട്ടഡ് ആണോ? ഇറക്റ്റ് ആണ്. ഇനി ഡിമിനിഷ്ഡ് ആണ് അല്ലെ. ആദ്യം കണ്ടതുപോലെ അത്ര ചെറുതല്ല, എന്നാലും ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണ്. ഡിമിനിഷ്ഡ്. പറഞ്ഞോളൂ. ഇതിപ്പോ എവിടെ വെച്ചാലും എഫിന്റെ ഓ ഇടയ്ക്കല്ലേ കിട്ടുള്ളൂ. അതെ, എഫിന്റെ ഓടെ ഇടയ്ക്കേ കിട്ടുള്ളൂ. കഴിഞ്ഞോ? ഓക്കെ, ഇനിയുണ്ടല്ലേ 10 മിനിറ്റ് അല്ലേ. ഇന്ന് കുറച്ച് സ്ലോ ആക്കിയ ക്ലാസ് എടുത്തത്, കാരണം നിങ്ങളുടെ ഒരു ഒപ്പം എത്തിക്കാൻ വേണ്ടിയിട്ട്. രക്ഷയില്ല, എന്നാലും 10 മിനിറ്റ് ബാക്കി വന്നു. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞോ? ഓക്കെ, ഇതോടുകൂടി കഴിഞ്ഞു. നമുക്ക് എന്താ പറയാ, റേ ഡയഗ്രം ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ് കഴിഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഫോക്കസ് ഏരിയ കിട്ടിയോ നിങ്ങൾക്ക്? സ്കൂളിൽ ഫോക്കസ് ഏരിയ തന്നു. അതിനകത്ത് ഫിസിക്സിന്റെ റിഫ്രാക്ഷൻ നോക്കിയോ? എവിടെ വരെയാ പറഞ്ഞിരിക്കുന്നത് നോക്കിയോ? ഞാൻ ഇന്നലെ നോക്കിയതിനകത്ത് ന്യൂമറിക്കൽ കണ്ടില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ നോക്കിയായിരുന്നോ? ആരെങ്കിലും നോക്കിയെങ്കിൽ വോയിസ് ഓൺ ചെയ്തേ. ഇല്ല, സ്കൂളിൽ നിന്ന് കിട്ടിയില്ല. പുറത്ത് SCRT എന്തോ ഒരു ഇത് വന്നില്ല, ഒരു ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട്. അത് കിട്ടി. അത് നോക്കിയായിരുന്നോ ആരെങ്കിലും? അത് ഇംഗ്ലീഷിൽ ഇറങ്ങിയിട്ടില്ല, മലയാളത്തിന്റെ കണ്ടേ. ഇംഗ്ലീഷിൽ വന്നില്ല അല്ലെ. ഓക്കെ, കുഴപ്പമില്ല. അതിനകത്ത് ഇത് കണ്ടില്ല, എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് തുടങ്ങി വെച്ചേക്കാം. ഞാൻ നോക്കിയിട്ട് നാളെ പറയാം എങ്ങനെയാന്ന് കേട്ടോ. ഓക്കെ, അപ്പോ ഇനി എന്താ പഠിക്കാനുള്ള? നമ്മള് റേ ഡയഗ്രം വരച്ച് ഇമേജ് ഫോർമേഷൻ കണ്ടു, ആക്ടിവിറ്റി ചെയ്ത് ഇമേജ് ഫോർമേഷൻ കണ്ടു. മൂന്നാമത്തെ എന്താ? നമ്മൾ മിറർ ചെയ്ത പോലെ. മൂന്നാമത്തെ എന്തായിരിക്കും? ആർക്ക് പറയാം? പറഞ്ഞോ. അയാൻ മിടുക്കൻ, പറഞ്ഞോ. ന്യൂമറിക്കൽ അല്ലെ, മാത്തമാറ്റിക്സിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇമേജ് ഫോർമേഷൻ കാണുവാണ്. ഓക്കെ, അതിനുവേണ്ടി ചിലപ്പോൾ 1, 2, 3 ഇക്വേഷൻ ഉണ്ടാവും. അതിട്ട് നിങ്ങൾ ചെയ്യേണ്ടി വരും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവും. സൈനുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാറുന്നതെന്നൊക്കെ അറിയണം. ഓക്കെ, അപ്പൊ ന്യൂമറിക്കൽ ഉണ്ടോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. ഞാൻ ഇന്നലെ കണ്ടില്ലായിരുന്നു. ഞാൻ നോക്കട്ടെ എന്തായാലും കേട്ടോ. ഇന്നെന്തായാലും നമുക്ക് ആ കാർട്ടീഷ്യൻ റൂൾ ഒന്ന് തുടങ്ങി വെക്കാം കേട്ടോ. അപ്പൊ അടുത്ത ഹെഡിങ് കൊടുത്തോ, ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. ന്യൂ കാർട്ടീഷ്യൻ സൈൻ. പക്ഷെ ഇതുവരെ ഉള്ളതിൽ നമ്മളെല്ലാം കവർ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ, അതായത് റിഫ്രാക്ഷന്റെ ഇപ്പൊ നിലവിൽ പഠിപ്പിച്ചിരിക്കുന്ന വരെ ഫുൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്തുകൊണ്ടാണ്? വൈ കൺവെൻഷൻ? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വൈ കൺവെൻഷൻ? എന്തുകൊണ്ട് കൺവെൻഷൻ? ഇതിപ്പോ അബിൻ കുറച്ചു നേരം മുമ്പ് ഒരു ഡൗട്ട് ചോദിച്ച പോലെയാണ്, സാറേ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അങ്ങനെ എടുത്താലും പോരെയെന്ന് അല്ലെ. എന്തുകൊണ്ടാണ് കുറച്ച് കൺവെൻഷൻ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ കൺവെൻഷൻ വെച്ച് പറയുന്നത് എന്തുകൊണ്ട്? ആർക്ക് പറയാം? പറഞ്ഞു. നമ്മള് മിററിൽ ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചാ വൈ കൺവെൻഷൻ, അന്ന് ഞാൻ തന്നെ ആൻസർ ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? അങ്ങനെ എടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം? ഫോക്കൽ ലെങ്ത് കൃത്യമായിട്ടുള്ള സൈഡ് മനസ്സിലാക്കാൻ വേണ്ടി. സൈഡ് ഏതാന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അല്ലെ. നല്ല ആൻസർ. സൈഡ് ഏതാന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ മനസ്സിലാവും നമുക്ക്. നമ്മള് കുറെ പേര് പറയും, സാറേ ഞങ്ങൾക്ക് 60 സെന്റിമീറ്റർ മാറിയായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരാൾക്ക് വിർച്വൽ ഇമേജ് കിട്ടി, മറ്റേ ആൾക്ക് റിയൽ ഇമേജ് കിട്ടിയെന്ന് വിചാരിച്ചോ.
റിയൽ ഇമേജ് കിട്ടിയ ആൾക്ക് 10 സെന്റിമീറ്റർ മാറിയിട്ടാണ്, വിർച്വൽ ഇമേജ് കിട്ടിയ ആൾക്കും 10 സെന്റിമീറ്റർ മാറിയിട്ടാണ്. എന്നോട് രണ്ടുപേരും വന്ന് പറയുന്നത് എങ്ങനെയാ, സാറേ 10 സെന്റിമീറ്റർ മാറിയിട്ട് ഇമേജ് കിട്ടിയെന്ന്. ഞാൻ ഏതാണ് റിയൽ ഏതാ വിർച്വൽ എന്ന് എങ്ങനെ മനസ്സിലാക്കും? അല്ലെ, ആർക്കാണ് റിയൽ ഇമേജ് കിട്ടിയത്, ഏത് സൈഡിലാണ് ഫോം ചെയ്തതെന്ന് എങ്ങനെ മനസ്സിലാക്കും? ഇതൊക്കെ അറിയണമെങ്കിൽ മാത്തമാറ്റിക്സിൽ കുറച്ച് കൺവെൻഷൻ നമ്മൾ കൊടുക്കുവാണ്. ഓക്കെ, അതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമ്മൾ അങ്ങനെ പറയുവാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ എടുത്തോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോസിറ്റീവ് എടുത്തോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് എടുത്തോ എന്ന് നമ്മൾ പറയാണ്. ഓക്കെ, നമ്മൾ മിററിൽ ചെയ്ത പോലെ തന്നെ. മിററിൽ എങ്ങനെയാ നമ്മൾ ചെയ്തത്? റൈറ്റിലേക്ക് പോസിറ്റീവ്, ലെഫ്റ്റിലേക്ക് നെഗറ്റീവ്, അപ്വേർഡ് പോസിറ്റീവ്, ഡൗൺവേർഡ് നെഗറ്റീവ്. അതുപോലെ തന്നെ ലെൻസിലും ശ്രദ്ധിച്ചോ. ഓക്കെ, ഞാൻ ഏതെങ്കിലും ഒരു ലെൻസ് വരച്ചാൽ മതിയല്ലോ. കോൺവെക്സ് ലെൻസ് വരച്ചു. ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ഓക്കെ, റൈറ്റിലേക്ക് എടുക്കുന്നത് പോസിറ്റീവ് ആയിരിക്കും. അതായത് ഇതിന്റെ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് റൈറ്റിലേക്ക് എടുക്കുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ലെഫ്റ്റിലേക്ക് എടുക്കുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മിററിൽ എടുത്ത പോലെ തന്നെ റൈറ്റിലേക്ക് എടുക്കുന്ന പോസിറ്റീവ് എടുക്കുക, ലെഫ്റ്റിലേക്ക് എടുക്കുന്ന നെഗറ്റീവ്. അവിടെ മാത്രമല്ല, നമുക്ക് ഇമേജ് കിട്ടുമ്പോഴും പ്രശ്നമുണ്ട്. കാരണം കുറെ പേര് പറയും, സാറേ ഞങ്ങൾക്ക് 2 സെന്റിമീറ്ററിന്റെ ഇമേജ് കിട്ടി. വേറെ കുറച്ച് പേര് പറയും 2 സെന്റിമീറ്റർ ഇമേജ് കിട്ടി സാറേ, പക്ഷെ തല തിരിഞ്ഞാണ്. ഞാൻ എങ്ങനെ മനസ്സിലാക്കും? വെറുതെ ഒരു 2 വെച്ചിട്ട് ആർക്കാണ് നേരെ ഇമേജ് കിട്ടി, ആർക്കാണ് തല തിരിഞ്ഞ് ഇമേജ് കിട്ടിയെന്ന് മനസ്സിലാക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെയും പോസിറ്റീവും നെഗറ്റീവും കൊടുക്കും. കാരണം നേരെയാണെങ്കിൽ, അതായത് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് മുകളിലേക്കാണെങ്കിൽ ഞാൻ അവിടെ ഇപ്പൊ വരയ്ക്കണ്ട, പോസിറ്റീവ്. ഞാൻ ഇന്ന് കൺഫേം ചെയ്തിട്ട് നമുക്ക് ഇത് നോട്ടിലായിട്ട് വരയ്ക്കാം കേട്ടോ. ഓക്കെ, ഈ ടോപ്പിക് എങ്ങനെയാണ്, ഫോക്കസ് ഏരിയയിൽ ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇതിന്റെ താഴേക്കുള്ളത്, അതായത് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് താഴേക്കുള്ളത് നെഗറ്റീവ് എടുക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ശരിക്കും ശ്രദ്ധിച്ചോട്ടോ. റിയൽ ഇമേജ് ആണെങ്കിൽ, ഒരു ലെൻസിൽ റിയൽ ഇമേജ് ഫോം ചെയ്ത ആ ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? ആലോചിച്ച് നോക്കി. ഞാൻ കൈ വെക്കാൻ പറയാം, ഞാൻ പോസിറ്റീവിനും നെഗറ്റീവിനും കൈ വെക്കാൻ പറയാം, അപ്പൊ കൈ വെക്കാൻ മതി. ശരിക്കും കേട്ടോട്ടോ, റിയൽ ഇമേജ് ആണെങ്കിൽ അത് പോസിറ്റീവ്, അതിന്റെ ഡിസ്റ്റൻസ് ആട്ടോ, ഹൈറ്റ് അല്ല. റിയൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ലെൻസിൽ പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? ഒന്ന് കണ്ണടച്ചേ, എല്ലാവരും കണ്ണടച്ചേ. റിയൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഓക്കെ, ഇനി പോസിറ്റീവ് ആണെങ്കിൽ 1 കാണിക്കുക, നെഗറ്റീവ് ആണെങ്കിൽ 2 കാണിക്കുക. ശരിക്കും കാണട്ടെ, ക്യാമറ കാണട്ടെ. പോസിറ്റീവ് ആണെങ്കിൽ 1 കാണിക്കുക, നെഗറ്റീവ് ആണെങ്കിൽ 2 കാണിക്കുക. ഓക്കെ, വെരി ഗുഡ്. ആരും 2 കാണിക്കുന്നില്ല? ഒരാളുണ്ട്. ഓ ഭാഗ്യം, ഞാൻ ആരും ഇല്ലാന്ന് വിചാരിച്ചു. അഹമ്മദ് അബ്ദുൽ ഖരീം. അഹമ്മദ്, റിയൽ ഇമേജ് എവിടെയാ ഫോം ചെയ്യാ? റിയൽ ഇമേജ് ഏത് സൈഡിലാണ് ഫോം ചെയ്യാ? റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ? അഹമ്മദ് അബ്ദുൽ കരീം പറഞ്ഞോ. റിയൽ ഇമേജ് ഏത് സൈഡിലാണ് ഫോം ചെയ്യാ? ലെൻസിന്റെ റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ? അഹമ്മദ് ഇത്രയും വരച്ചല്ല റേ ഡയഗ്രം ഒക്കെ, എവിടെയാ ഫോം ചെയ്യാ? ഇവിടെ എവിടെ? റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്ന വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. അപ്പൊ പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞ ക്ലാസ് ശ്രദ്ധിച്ചില്ല അല്ലെ? ആണോ? സോറി ഒന്നും പറയണ്ട, സോറി പറഞ്ഞ നീ എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല കേട്ടോ, സോറി ഒന്നും വേണ്ട. ഓക്കെ, അപ്പോ പോസിറ്റീവ് ആണ്. അപ്പൊ വിർച്വൽ ഇമേജ് ആണെങ്കിൽ നെഗറ്റീവ് ആണ്. ഇനി ശ്രദ്ധിച്ചോട്ടോ, റിയൽ ഇമേജിന്റെ ഹൈറ്റിന്റെ വാല്യൂ പോസിറ്റീവ് എടുക്കോ നെഗറ്റീവ് എടുക്കോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ശരിക്കും കേട്ടിട്ട്, റിയൽ ഇമേജിന്റെ ഹൈറ്റ് പോസിറ്റീവ് എടുക്കണോ നെഗറ്റീവ് എടുക്കണോ? ഓക്കെ, കണ്ണടച്ചോ. റിയൽ ഇമേജിന്റെ ഹൈറ്റ് പോസിറ്റീവ് എടുക്കണോ നെഗറ്റീവ് എടുക്കണം? ഓക്കെ, ഇനി പോസിറ്റീവ് എടുക്കണമെങ്കിൽ 1 എന്ന് കാണിക്കുക, നെഗറ്റീവ് എടുക്കണമെങ്കിൽ 2 എന്ന് കാണിക്കുക. എല്ലാവരും കാണിച്ച്. പോസിറ്റീവ് എടുക്കണമെങ്കിൽ 1 എന്ന് കാണിക്കുക, നെഗറ്റീവ് എടുക്കണമെങ്കിൽ 2 എന്ന് കാണിക്കുക. ഇർഫാൻ ഷംസുദ്ദീനും അതുപോലെ എൽദോസ് സജിക്കും 1 ആണ്. മൂസിൻ മുസ്തഫയ്ക്ക് 2 ആണ്. ഓക്കെ 1 രണ്ടുപേർക്ക് 1 ആ? എങ്ങനെയാ 1 വരിക? എങ്ങനെയാ എൽദോസെ 1 വരിക? 2 ആണ് അല്ലെ? നെഗറ്റീവ് ആണ്, തിരിഞ്ഞല്ലിരിക്കുക. റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണെന്നുള്ളതല്ല, ഹൈറ്റ് മെഷർ ചെയ്യുന്ന താഴേക്കാണോ മുകളിലേക്കാണോ എന്നുള്ളതാണ്. ഓക്കെ, താഴേക്കാണെങ്കിൽ നെഗറ്റീവ്, മുകളിലേക്കാണെങ്കിൽ പോസിറ്റീവ്. ഇപ്പൊ രണ്ടും ഒരാൾ വീതം. ഫസ്റ്റത്തേൽ ഒരാൾ തെറ്റിച്ചു, രണ്ടാമത്തേൽ 2 പേര് അല്ലെ? ബൈ വീക്ക്ലിക്കാണ് നിങ്ങൾ കൂട്ടമായിട്ട് തെറ്റിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ തെറ്റിക്കരുത്. അപ്പൊ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഇതിന്റെ ബാക്കി ഡിസ്കഷൻ, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കലൊക്കെ നോക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിന്നോളൂ, ബാക്കിയുള്ളവർ ലെഫ്റ്റ് ആയിക്കോളൂ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സാർ. പറഞ്ഞു.
സാർ ഇപ്പൊ ലാസ്റ്റ് ചെയ്ത ഒബ്ജക്ട് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക് സെന്ററിൽ വെർച്വൽ ഇമേജ് വന്നെ എങ്ങനെയാ? വെയിറ്റ് ചെയ്യട്ടാ. ഇപ്പൊ ഇവിടെ നിന്ന് ലൈറ്റ് വരും, എന്നിട്ട് ഡൈവേർ ചെയ്താണ് പോവാ അല്ലെ? അതുപോലെ ഇവിടെ നിന്നും ലൈറ്റ് വരുന്നുണ്ട്. ഈ രണ്ട് ലൈറ്റിനെ കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എവിടെയാ? F1 അല്ലെ? അപ്പൊ ഈ രണ്ട് ലൈറ്റർ എവിടെയാണോ മീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നത് അവിടെ ആയിരിക്കും നമ്മൾ എന്ത് കാണുക? ഇമേജ് കാണുക. ഇവിടെ നിന്ന് ഒരാൾ നോക്കുവാണെങ്കിൽ, ഇപ്പൊ അമ്മ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ അമ്മ നോക്കുമ്പോൾ ഈ ലൈറ്റർ ഇവിടെ നിന്ന് വരുന്നു, ഈ ലൈറ്റർ ഇവിടെ നിന്ന് വരുന്നു, ഈ രണ്ട് ലൈറ്റർ ഇവിടെ ചെന്ന് മീറ്റ് ചെയ്യുന്നു. അപ്പൊ അമ്മയ്ക്ക് തോന്നുവാണ് ഇത് ശരിക്കും ലൈറ്റ് മീറ്റ് ചെയ്തിട്ടില്ല, ലൈറ്റ് രണ്ട് വഴിക്കാ പോയേക്കണേ. പക്ഷെ മീറ്റ് ചെയ്യുന്ന പോലെ തോന്നിയത് കൊണ്ട് ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ഇമേജ് വിർച്വൽ ആണ്. അതായത് ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് മീറ്റ് ചെയ്യുന്ന ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് വിർച്വൽ ആണ്. ഓക്കെ, റിയൽ ആണെന്നെങ്കിൽ ഇത് രണ്ടും കൂടെ പോയി മീറ്റ് ചെയ്തിട്ട് ഫോം ചെയ്തായിരുന്നെങ്കിൽ അതിനെ റിയൽ ഇമേജ് എന്ന് വിളിക്കാറുന്നു. ഇത് വിർച്വൽ ആണ്. സാർ നമ്മൾ ഇന്നാളെ ഗ്ലാസ് ലാബില് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ലൈറ്റ് റേ വന്ന് അതേപോലെ തന്നെ പോകുന്നു പറഞ്ഞില്ലായിരുന്നോ? അതെ. സാർ അതും ഈ റൂൾ 3 ആയിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ? കാരണം അതിന്റെ ഒപ്റ്റിക് സെന്ററിലേക്ക് പോകുന്ന ലൈറ്റ് റേ പെർപെൻഡിക്കുലറാ. ഓക്കെ, നമ്മൾ സെന്റർ ഓഫ് കർവേച്ചറിൽ പഠിച്ചില്ലല്ലേ? മിററിൽ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞതാ, സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പോകുന്ന ലൈറ്റ് റേ എന്ന് പറഞ്ഞത് ഇങ്ങനെയാ പോവാ അല്ലെ? അതിനൊരു പ്ലെയിൻ വരച്ചു കഴിഞ്ഞാൽ അത് പെർപെൻഡിക്കുലറാ അല്ലെ? ടാൻജന്റ് വരച്ച നമ്മൾ ടാൻജന്റും റേഡിയസും പെർപെൻഡിക്കുലർ ആണെന്ന് മാത്സിൽ പഠിച്ചിട്ടില്ലേ? കണ്ട അവിടെ പറ. അതുകൊണ്ടാണ് സെന്റർ ഓഫ് കർവേച്ചറിൽ നേരെ പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഒപ്റ്റിക് സെന്ററിൽ നേരെ പോകാനുള്ള കാരണം അതാ. അതായത് ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ.